ഹരി ഓം. ഹരി ഓം, ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോപിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. വൈകുന്നേരങ്ങളിൽ ഇവിടെ കുറച്ച് ജോലിക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് 5-5:30 വരെ അവർ ജോലി എടുക്കും. അപ്പോൾ അവരൊക്കെ പറഞ്ഞു വിടാനൊക്കെ ഉള്ള പണികളുണ്ട്. മാത്രമല്ല നല്ല ചൂട് അല്ലേ. സൂര്യൻ അസ്തമിച്ചാലും ചൂട് മാറുന്നില്ല. ഇത്തിരി ചൂട് ശമിച്ച ശേഷം ക്ലാസ് എടുക്കുമ്പോൾ കുറച്ചൊരു ഇതുണ്ട്. ഈ സമയം കൺവീനിയൻ്റ് ആണെന്ന് ഒരുപാട് പേര് പറയുകയും ചെയ്തു. അപ്പോൾ നമുക്കിനിപ്പോൾ കുറച്ച് കാലം ഇങ്ങനെ പോകാം. വൈകുന്നേരം 6:30-ക്ക് ശേഷം 8 മണി വരെ ആവാം വൈകുന്നേരത്തെ ക്ലാസ്സുകൾ. കുറച്ചുകൂടി സൗകര്യമുണ്ട്. പകലത്തെ പണിയൊക്കെ ഒതുങ്ങി സന്ധ്യയ്ക്കുള്ള വിളക്കൊക്കെ വെച്ച് എല്ലാവർക്കും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. ഓക്കെ. നാരായണ. നല്ലതാണ് അല്ലേ. അപ്പോൾ ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗ അഷ്ടമസ്കന്ധത്തിൽ 20-ാം അധ്യായത്തിലാണ് നമ്മൾ. വാമനാവതാര ചരിതത്തിൽ ഭഗവാൻ ത്രിവിക്രമനായി മഹാബലിക്ക് ദർശനം കൊടുക്കുന്ന ഭഗവാന്റെ വിശ്വരൂപ ദർശനം, ആ ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം വായിക്കാം. 20-ാം അധ്യായം വായിച്ചിട്ട് തുടരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ് ഭാഗവതേ അഷ്ടമസ്കന്ധേ 20-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. ബലിരേവം ഗൃഹപതിഃ കുലാചാര്യേണ ഭാഷിതഃ. തൂഷ്ണീം ഭൂത്വാ ക്ഷണം രാജൻ ഉവാച അവഹിതോ ഗുരും. ബലിരുവാച. സത്യം ഭഗവതാ പ്രോക്തം ധർമ്മോയം ഗൃഹമേധിനാം. അർത്ഥം കാമം യശോ വൃത്തിം യോ ന ബാധേത കർഹിചിത്. സചാഹം വിത്തലോഭേന പ്രത്യാചക്ഷേ കഥം ദ്വിജം. പ്രതിശ്രുത്യ ദദാമീതി പ്രാഹ്ലാദിഃ കിതവോ യദാ. നഹ്യസത്യാത് പരോ അധർമ്മഃ ഇതി ഹോവാച ഭൂരിയം. സർവം സോഢും അലം മന്യേ ഋതേ അളീകപരം മരം. നാഹം ബിബേമി നിരയാത് നാധന്യാത് അസുകാർണവാത് ന സ്ഥാനച്യവനാത് മൃത്യോഃ യഥാ വിപ്രപ്രലംബനാത്. യദ്യഥാസ്യതി ലോകേസ്മിൻ സംപരേദം ധനാധികം തസ്യ ത്യാഗേ നിമിത്തം കിം വിപ്രസ്തുഷ്യേന്ന തേന ചേത്. ശ്രേയഃ കുർവന്തി ഭൂതാനാം സാധവോ ദുസ്ത്യജാസുഭിഃ. ദദ്യംസി വിപ്രവൃതയഃ കോ വികൽപ്പോ ധരാദിഷു.
യൈരിയം ബുഭുജേര ബ്രഹ്മൻ ദൈത്യേന്ദ്രൈർ അനിവർത്തിഭിഃ തേഷാം കാലോഗ്രസീത് ലോകാൻ ന യശോധിഗതം ഭുവി സുലഭായുധി വിപ്രർഷേ ഹ്യനിവൃത്താസ്തനുത്യജഃ ന തദ് ആതീർത്ത ആയാതേ ശ്രദ്ധയാ യേദനത്യജഃ. മനസ്വിന കാരുണികസ്യ ശോഭനം യദർത്തികാമോപനയേന ദുർഗതിഃ കുതഃ പുനർ ബ്രഹ്മവിദാം ഭവാദൃശാം തതോ വടോരസ്യ ദദാമി വാഞ്ചിതം. യജന്തി യജ്ഞക്രതുഭിർയം ആദൃതാഃ ഭവന്ത ആമ്നായ വിധാനകോവിദാഃ സ ഏവ വിഷ്ണുർവരദോസ്തു വാ പരോ ദാസ്യാമ്യമുഷ്മൈ ക്ഷിതിം ഇപ്സിതാം നുനേ. യദപ്യസൗ അധർമ്മേണ മാം ബധ്നീയാദനാഗസം തദാപ്യേനം ന ഹിംസിഷ്യേ ഭീതം ബ്രഹ്മതനും റിപും. ഏഷ വാ ഉത്തമശ്ലോകോ ന ജിഹാസതി യദ്യശഃ ഹത്വാ മൈനാം ഹരേദ്യുദ്ധേ ശയീത നിഹതോ മയാ. ശ്രീശുക ഉവാച ഏവമശ്രദ്ധിതം ശിഷ്യം അനാദേശകരം ഗുരുഃ ശശാപ ദൈവപ്രഹിതഃ സത്യസന്ധം മനസ്വിനം ദൃഢം പണ്ഡിതമാന്യജ്ഞഃ സ്തബ്ധോസി അസ്മദുപേക്ഷയാ മച്ഛാസനാദിഗോ യസ്ത്വം അചിരാത് ഭ്രശ്യസേ ശ്രിയഃ. ഏവം ശബ്ദസ്വ ഗുരുണാ സത്യാന്ന ചലിതോ മഹാൻ വാമനായ ദദൗ ഏനാം അർച്ചിത്വാ ഉദകപൂർവകം. വിന്ധ്യാവലിസ്തദാഗത്യ പത്നീ ജാലകമാലിനി ആനിന്യേ കലശം ഹൈമം അവനേ ജന്യപാമൃതം. യജമാനസ്വയം തസ്യ ശ്രീമത്പാദയുഗം മുദാ അവനിജ്യാവഹന്മൂർധ്നി തതപോ വിശ്വപാവനീഃ. തദ് ആസുരേന്ദ്രം ദിവി ദേവതാഗണാഃ ഗന്ധർവവിദ്യാധരസിദ്ധചാരണാഃ തൽകർമ്മ സർവേപി ഗൃണന്ത ആർജവം പ്രസൂനവർഷൈർവവൃഷുർമുദാന്വിതാഃ. നേതുർമുഹുർദുന്ദുഭയഃ സഹസ്രശോ ഗന്ധർവ കിം പൂരുഷ കിന്നരാ ജഗുഃ. മനസ്വിനാനേന കൃതം സുദുഷ്കരം വിദ്വാനദാദ്യദ്രിഭവേ ജഗത്രയം. തദ്വാമനം രൂപമവർദ്ധദാത്ഭുതം ഹരേരനന്ദസ്യ ഗുണത്രയാത്മകം. ഭൂഖം ദിശോദ്യൗർവിവരാപയോദയഃ തിര്യങ്ങൃദേവാർഷയോ യഥാ സദാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേ ബലിസ്തസ്യ മഹാവിഭൂതേഃ സഹർത്തികാചാര്യ സദസ്യ ഏതത് ദദർശ വിശ്വം ത്രിഗുണം ഗുണാത്മകേ ഭൂതേന്ദ്രിയാർത്താശയ ജീവയുക്തം. രസാം അചഷ്ടാംഘ്രിതലേദപാദയോഃ മഹീം മഹീദ്രാൻ പുരുഷസ്യ ജംഗയോഃ. പദത്രിനോ ജാനുനി വിശ്വമൂർത്തേഃ ഊർവോർഗണം മാരുതമിന്ദ്രസേനഃ. സന്ധ്യാം വിഭോർവാസസി ഗുഹ്യ ഐക്ഷത് പ്രജാപതീൻ ജഗനേ ആത്മമുഖ്യാൻ. നാഭ്യാം നഭകുക്ഷിഷു സപ്ത സിന്ധൂൻ ഉരുക്രമസ്യോരസി ചക്ഷമാലാം. ഹൃദ്യംഗധർമ്മം സ്തനയോർമുരാരേഃ ഹൃദം ച സത്യം ച മനസ്യഥേന്ദും. ശ്രിയം ച വക്ഷസ്യ അരവിന്ദഹസ്താം കണ്ഠേ ഗസാമാനി സമസ്തരേഭാൻ. ഇന്ദ്രപ്രധാനാനമരാൻ ഭുജേഷു തൽകർണയോഃ കകുബോദ്യൗശ്ച മൂർധ്നി. കേശേഷു മേഘാൻ ശ്വസനം നാസികായാം അക്ഷ്ണോശ്ച സൂര്യം വദനേ ച വന്യം. വാന്യാം ച ചന്ദാം ശിരസേ ജലേശം ഭ്രുവോർനിഷേദം ച വിധിം ച പക്ഷ്മസു. അഹശ്ചരാത്രിം ച പരസ്യ പുംസോ മന്യും ലലാടേധര ഏവ ലോഭം. സ്പർശേ ച കാമം നൃപ രേതസോംബഃ പൃഷ്ഠേ ത്വധർമ്മം ക്രമണേഷു യജ്ഞം. ഛായാസു മൃത്യും ഹസിതേ ച മായാം തനൂരുഹേഷോഷധിജാതയശ്ച. നദീശ്ച നാഡീഷു ശിലാനഖേഷു
ബുദ്ധൗ അജം ദേവഗണാൻ ഋഷീംശ്ച പ്രാണേഷു ഗാത്രേ സ്ഥിരജംഗമാനി സർവാണി ഭൂതാനി ദദർശ വീരഃ. സർവാത്മനീദം ഭുവനം നിരീക്ഷ്യ സർവേ അസുരാ കശ്മലമാപുരംഗ സുദർശനം ചക്രമസഹ്യ തേജോ ധനുശ്ച സാർഗം സ്തനയിത്നുഘോഷം. പർജന്യഘോഷോ ജലജഃ പാഞ്ചജന്യഃ കൗമോദകീ വിഷ്ണുഗദാ തരസ്വിനി വിദ്യാധരോऽസി ശതചന്ദ്രയുക്തഃ തൂണോത്തമൗ അക്ഷയസായകൗ ച. സുനന്ദമുഖ്യാ ഉപതസ്ഥുരീശം പാർഷദമുഖ്യാഃ സഹ ലോകപാലാഃ സ്ഫുരത്കിരീടാങ്കതമീനകുണ്ടലശ്രീവത്സരത്നോത്തമമേഖലാംബരൈഃ. മധുവ്രതസ്രഗ്വനമാലയാവൃതോ രരാജരാജൻ ഭഗവാനുരുക്രമഃ ക്ഷിതിം പദൈകേന ബലേർവിചക്രമേ നഭഃശരീരേണ ദിശശ്ച ബാഹുഭിഃ. പദം ദ്വിതീയം ക്രമദസ്ത്രിവിഷ്ടപം ന വൈ തൃതീയായ തദീയമന്വപി ഉരുക്രമസ്യാംഗ്രിരുപര്യുപര്യധോ മഹർജനാഭ്യാം തപസഃ പരം ഗതഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ വിശ്വരൂപദർശനം നാമ വിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമസ്തേ. അഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ഒരിക്കൽ കൂടെ ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നാരായണ. ഹരി ഓം. ഹരി ഓം. അപ്പോ കഴിഞ്ഞ അധ്യായത്തിലെ അവസാന ഭാഗത്ത് നമ്മൾ മഹാബലി മഹാബലിയെ ദാനം ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതായിട്ടുള്ള വാക്യങ്ങൾ കേട്ടിട്ടും ആ ഗുരുവിൻ്റെ വാക്കുകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അനുസരിക്കാതിരിക്കുന്നു എന്ന് ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് കണ്ടു. അങ്ങനെ താൻ പറഞ്ഞതനുസരിക്കാതെ തന്റെ വാക്കുകളിൽ ശ്രദ്ധയില്ലാതിരുന്നവനായ ആ ശിഷ്യനോട്, അല്ലെങ്കിൽ ശിഷ്യനെ, സത്യസന്ധനും മനസ്വിയുമാണ് ആ ശിഷ്യനെങ്കിലും ദൈവപ്രഹിതനായ ഗുരു എന്നുവെച്ചാൽ ഈശ്വരപ്രേരിതനായിട്ടുള്ള ഗുരു ശശാപ. അപ്പോൾ അദ്ദേഹത്തിന് ശപിക്കാനാണ് തോന്നിയത്, ഭഗവാന്റെ ഇച്ഛ. കാരണം ഭഗവാന്റെ ലീല നടത്തണം, അവിടെ അവതാര ദൗത്യം നിർവഹിക്കേണ്ടതുണ്ട്. മഹാബലിയെ രസാതലത്തിലേക്ക് അയച്ച് പുരന്ദരൻ എന്ന ഇന്ദ്രനെ യഥാസ്ഥാനം പ്രതിഷ്ഠിക്കാൻ വേണ്ടിയാണ്. ദേവന്മാർക്ക് അവരുടെ നഷ്ടപ്പെട്ടതായിട്ടുള്ള അധികാര സ്ഥാനങ്ങളെല്ലാം വീണ്ടെടുത്തു കൊടുക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അതിഥി ദേവിക്ക് വാഗ്ദാനം ചെയ്ത് അതിഥി ദേവിയുടെ പുത്രനായിട്ട് അവതരിച്ചു വന്നിരിക്കുന്നത്. അത് അതിഥി ദേവിയുടെ മാത്രം ആവശ്യമല്ല, ലോകത്തിന്റെ മുഴുവൻ ആവശ്യം തന്നെയാണ്, ഭഗവാന്റെ തന്നെ നിശ്ചയം തന്നെയാണ്. ഭഗവാന്റെ വ്യവസ്ഥയാണ് ഈ മന്വന്തരങ്ങളിൽ ഇന്നവരൊക്കെ ഇന്ന സ്ഥാനത്ത് ഇരിക്കണം, അവർ വേണം ലോകത്തെ ഭരിക്കാൻ എന്ന് ഭഗവാന്റെ നിശ്ചയമാണ്. അപ്പോൾ അതിന് ഇവിടെ ഒരു തടസ്സം ഉണ്ടാക്കിയത് മഹാബലിയാണ്. അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി അദ്ദേഹത്തിന് അർഹിക്കുന്ന സ്ഥാനത്ത് കൊണ്ടുപോയി ഇരുത്തണം.
അപ്പൊ അതാണ് ഭഗവാന്റെ ലീല. അതുകൊണ്ട് ഭഗവാൻ ഇച്ഛിച്ചു. അതുകൊണ്ട് തന്നെ ശുക്രാചാര്യര് ശപിച്ചു. ശശാപ. അദ്ദേഹത്തിന്റെ വാക്കുകൾ കണ്ടു നമ്മൾ. നീ വലിയ പണ്ഡിതമാനിയാണ്, എന്നാൽ അജ്ഞനാണ്, മൂഢനാണ്, നീ അഹങ്കാരിയാണ്, നീ എന്നെ ധിക്കരിച്ച് എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എന്റെ ശാസനയെ നീ അതിക്രമിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ നിന്റെ ഐശ്വര്യങ്ങളിൽ നിന്നെല്ലാം ഇപ്പൊ തന്നെ ഭ്രഷ്ടനായി തീരട്ടെ എന്ന് അദ്ദേഹം കോപത്തോടെ ശപിച്ചു. എന്നാൽ ഗുരുവിന്റെ ശാപമേറ്റിട്ട് പോലും ആ സത്യത്തിൽ നിന്ന് ചലിച്ചില്ല മഹാനായ ആ മഹാബലി. വാമനനായിക്കൊണ്ട് ഭൂമിയെ ദാനം ചെയ്യുവാനായിക്കൊണ്ട് വെള്ളം കൊടുക്കാനായിട്ട് തയ്യാറായി. ആ സമയത്ത് വിന്ധ്യാവലി, മഹാബലിയുടെ പത്നിയായ വിന്ധ്യാവലി ജാലകമാലിനിയായി വന്നു. എന്നുവെച്ചാൽ തലയിൽ മൂടുപടവുമിട്ട് മുഖം മറച്ചുകൊണ്ടുള്ള വസ്ത്രത്തോടുകൂടി വന്നു. എന്നിട്ട് കലശത്തെ കൊണ്ടുവന്നു, സ്വർണ്ണ കലശം കൊണ്ടുവന്ന് ആ കാല് കഴുകാനും മറ്റുള്ളതായിട്ടുള്ള വെള്ളത്തെ ഒഴിച്ചു കൊടുത്തു. യജമാന സ്വയം തസ്യ ശ്രീമത് പാദയുഗം മുദാവനിജ്യ അവഹൻ മൂർധ്നി തതപോ വിശ്വപാവനീഹി. ആ യജമാനനായ സാക്ഷാൽ മഹാബലി തന്നെ നേരിട്ട്, മറ്റൊരാളും അതിനുവേണ്ടി നിയോഗിക്കാതെ, ആരെയും നിയോഗിക്കാതെ താൻ തന്നെ നേരിട്ട് ഭഗവാന്റെ പാദങ്ങൾ കഴുകി, വാമനമൂർത്തിയുടെ ബ്രഹ്മചാരിയായ ഭഗവാന്റെ പാദങ്ങളെ കഴുകി അത് തന്റെ ശിരസാ ധരിച്ചു. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു സത്യസന്ധതയും ധൈര്യത്തെയും ശത്രുക്കളായ ദേവന്മാർ പോലും പ്രശംസിച്ചുകൊണ്ട് പുഷ്പവൃഷ്ടി ചെയ്തു, വാദ്യഘോഷങ്ങൾ മുഴക്കുകയും കീർത്തിക്കുകയും എല്ലാം ചെയ്തു. മനസ്വിനാനേന കൃതം സുദുഷ്കരം വിദ്വാനദാതിരിപവേ ജഗത്രയം. ധീരനായ ഇവൻ സുദുഷ്കരമായ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. തന്റെ ശത്രുവാണ് മുമ്പിൽ വന്നിരിക്കുന്നത് എന്ന് അറിഞ്ഞിട്ട് പോലും 3 ലോകങ്ങളും ദാനം ചെയ്യാൻ തയ്യാറായല്ലോ എന്ന് ദേവന്മാരും മറ്റൊക്കെ അദ്ദേഹത്തെ പ്രശംസിച്ചു. അങ്ങനെ സന്ദർഭമായപ്പോൾ ഇനി ഒട്ടും വൈകുന്നില്ല, ഭഗവാൻ വന്ന കാര്യം സാധിക്കുകയാണ്. അതിനുള്ള മുഹൂർത്തമായി. അതിനുള്ള രംഗസജ്ജീകരണങ്ങളെല്ലാം ഭഗവാൻ ഒരുക്കി. ഇനിയിപ്പോ വന്ന കാര്യം സാധിക്കുകയാണ്. തദ്വാമനം രൂപം അവർദ്ധദാത്ഭുതം ഹരേരനന്ദസ്യ ഗുണത്രയാത്മകം ഭൂഖം ദിശോ ദ്യൗർവിവരാപയോദയഃ തിര്യനൃദേവാർഷയോ യദാസദ. ആ വാമനരൂപം അത്ഭുതമായിട്ട് വർദ്ധിച്ചു വന്നു. ആ അനന്തനായിട്ടുള്ള ഹരിയുടെ ഗുണത്രയാത്മകമായ രൂപമാണ് വിശ്വരൂപം. ആ രൂപം വർദ്ധിച്ചു വരികയാണ്. ഭൂമി, ആകാശം, ദിക്കുകൾ, സ്വർഗം, പാതാളാദികൾ, സമുദ്രങ്ങൾ, മറ്റുള്ള ജീവജാലങ്ങൾ, നരന്മാർ, ദേവന്മാർ, ഋഷികൾ എല്ലാം യാതൊന്നിൽ വസിക്കുന്നുവോ ആ വിശ്വരൂപത്തെ ഭഗവാൻ വർദ്ധിപ്പിച്ച് കാണിച്ചു. കായേ ബലിസ്തസ്യ മഹാവിഭൂതേഃ സഹൃത്തികാചാര്യ സദസ്യ ഏതത് ദദർശ വിശ്വം ത്രിഗുണം ഗുണാത്മകേ ഭൂതേന്ദ്രിയാർത്താശയ ജീവയുക്തം. തസ്യ മഹാവിഭൂതേഃ കായേ ബലിഃ ദദർശ. ആ മഹാവിഭൂതിയായ ഈ പ്രപഞ്ചം തന്നെ ആരൊരുവന്റെ വിഭൂതിയാണോ ആ വിരാട് പുരുഷന്റെ ഭഗവാന്റെ ശരീരത്തിൽ കായേ ആ ബലി ദർശിച്ചു. എന്താ ദർശിച്ച? ത്രിഗുണം വിശ്വം. ത്രിഗുണാത്മകമായ വിശ്വത്തെ അദ്ദേഹം ദർശിച്ചു. തന്റെ ഋത്വിക്കുകളും ആചാര്യനും സദസ്യരും എല്ലാവരും അടങ്ങുന്ന ആ ലോകത്തെയാണ് അദ്ദേഹം അതിൽ കാണുന്നത്. അപ്പോ തന്നെയും അവിടെ ദർശിച്ചു എന്നർത്ഥം. തന്റെ യജ്ഞശാല ഭഗവാന്റെ അകത്തായിട്ട് കാണുന്നു എന്നർത്ഥം. അപ്പൊ എല്ലാവരും ഭഗവാന്റെ കായത്തിൽ കണ്ടു. ഭൂത, ഇന്ദ്രിയ, അർത്ഥ, ആശ്രയ, ജീവയുക്തം. 24 പ്രകൃതി തത്വങ്ങളും 25ാമത്തെ തത്വമായ പുരുഷതത്വവും അടങ്ങുന്നതായിട്ടുള്ള ആ വിരാട് പുരുഷ ഭാവം. ഭഗവാന്റെ 2 തരം പ്രകൃതികളും, അല്ലെ, പരാപ്രകൃതിയും അപരാപ്രകൃതിയും കൂടി ഒന്നിച്ച് ചേർന്നിരിക്കുന്നതായിട്ടുള്ള ആ വിശ്വരൂപത്തെ ഭഗവാൻ അല്ലെങ്കിൽ മഹാബലി ദർശിച്ചു എന്നാണ്. ദദർശ. അപ്പൊ മഹാബലി കാണേണ്ടത് കണ്ടു.
എന്താണോ മഹാബലിക്ക് കാണിക്കേണ്ടത് അത് ഭഗവാൻ കാണിക്കുകയും ചെയ്തു. ഇത് കാണിക്കാനാണ് ഭഗവാൻ വന്നത്. തന്റെ ഐഡന്റിറ്റി കാർഡ് എടുത്ത് കാണിക്കാൻ വേണ്ടി വന്നതാണ്. അഥവാ എന്താ പറയുക, നമ്മുടെ സ്വന്തമായിരിക്കുന്ന ഭൂമിയെ ആരെങ്കിലുമൊക്കെ നമ്മൾ വിദേശത്തായിരുന്നത് കൊണ്ട് കയ്യേറി വേലിയും കെട്ടി അല്ലെങ്കിൽ മതിൽ കെട്ടി അതിലെന്തെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളൊക്കെ പണിത് കൈയടക്കി പൊസസ് ചെയ്ത് വാഴുമ്പോൾ നമ്മളെങ്ങനെയോ അറിഞ്ഞു നമ്മുടെ മുതല് ആരോ പിടിച്ചെടുത്തിരിക്കണു, കയ്യേറിയിരിക്കണു എന്ന്. അപ്പൊ നമ്മൾ വന്ന് നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സും ഒക്കെ ആയിട്ട് വേണ്ടി വന്നാൽ അധികാരികളെയും കൂട്ടിയിട്ട്, അല്ലെ, വില്ലേജ് ഓഫീസറോ ആരൊക്കെയാ വേണ്ട വെച്ചാൽ തഹസിൽദാരോ വേണമെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയൊക്കെ കൂട്ടിയിട്ട് പോലീസും ഒക്കെ ആയിട്ട് നമ്മള് ഡോക്യുമെന്റ്സ് ഒന്ന് കാണിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങണം എന്ന് ഗെറ്റ് ഔട്ട് അടിക്കും ആ കയ്യേറിയിരിക്കുന്നവനെ. അവൻ അനധികൃതമായി കയ്യേറിയിരിക്കണം, അവന്റെ കയ്യിൽ യാതൊരു തെളിവുകളും ഇല്ല. അപ്പൊ ആ ആധാരം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും പറയാനില്ല. അവനിതുവരെ ക്ലെയിം ചെയ്യാൻ ആളില്ല, പുറംപോക്കാണെന്ന് വിചാരിച്ച് കയ്യേറിയിരുന്നതാണ്. എന്തായാലും ചോദിക്കാനും പറയാനും ആളുണ്ട്, ഉടമസ്ഥന്മാരുണ്ട്, അവരുടെ കയ്യിൽ വേണ്ട പോലെയുള്ള ലീഗലായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ടു കഴിയുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ല. നിസ്സഹായനായിട്ട് അവിടുന്ന് മാറി ഇറങ്ങിപ്പോവുകയേ വഴിയുള്ളൂ. വല്ലതും അവർ തന്നാൽ താൻ ഇൻവെസ്റ്റ് ചെയ്ത വല്ലതുണ്ടെങ്കിൽ കുറ്റിയും പറിച്ച് കൊണ്ടുപോകാം എന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? അതും അവർക്ക് ദയ ഉണ്ടാവണം. താനായിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കെട്ടിടങ്ങൾ പണിതിട്ടുണ്ടെങ്കിൽ, മുതലിറക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വേണമെങ്കിൽ പറിച്ചുകൊണ്ട് പൊക്കോ എന്ന് പറഞ്ഞാൽ അത് വേണമെങ്കിൽ കൊണ്ടുപോകാം. അപ്പൊ അതുപോലൊരു അവസ്ഥയാണ് വാസ്തവത്തിൽ മഹാബലിക്ക് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ രംഗത്തെ കാണേണ്ടത്. ഈ ലോകത്തിന്റെ മുഴുവൻ യഥാർത്ഥ ഉടമസ്ഥനായ ഈശ്വരനായ ഭഗവാൻ ആ സത്യത്തെ മഹാബലിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പുരുഷയേവേദകം സർവം യദ്ഭൂതം യച്ഛ ഭവ്യം. പുരുഷയേവ ഇതകം സർവം. ഈ പുരുഷൻ തന്നെയാണ്, ഈ വിരാട് പുരുഷൻ തന്നെയാണ് ഇത് മുഴുവനും. ഈശാവാസ്യമിതം സർവം. ഇതെല്ലാം ഈശ്വരൻ വസിക്കുന്നതായി കാണേണ്ടതാണ്. ഈശ്വര ദർശനം കൊണ്ട് ആച്ഛാദനം ചെയ്യണം. നിന്റെ ദൃഷ്ടിയെ നീ വേണ്ടതുപോലെ ഈശ്വര ദർശനം കൊണ്ട് കാണണം. ആ ഒരു സന്ദേശമാണ് ഇവിടെ മഹാബലിക്ക് കൊടുക്കുന്നത്. മഹാബലി വിവേകമുള്ള ആളാണ്, സത്യസന്ധനാണ്, കാര്യം മനസ്സിലാവുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗം അദ്ദേഹം മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള അസുരന്മാർക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. അവരൊക്കെ ഭഗവാൻ എന്തോ അതിക്രമം ചെയ്തു എന്ന് കരുതുന്നു, നമ്മുടെ ഇന്നത്തെ ആളുകളെ പോലെ. ഇന്ന് ഭഗവാനെ എങ്ങനെയാണോ ആളുകൾ കള്ളനായിട്ട് വ്യാഖ്യാനിക്കുന്നത്, അതുപോലെ തന്നെ അത് തുടങ്ങി വെച്ചത് ആ ആളുകളൊക്കെ തന്നെയാണ്, ആ അസുരന്മാർ തന്നെയാണ്. അവരുടെ ഭാഷയാണ് ഇപ്പോഴും ബാക്കിയുള്ളവരൊക്കെ കാണുന്നത്. മഹാബലിക്ക് അഭിപ്രായം ഇല്ല. അപ്പൊ മഹാബലി കണ്ടതായിട്ടുള്ള ഭഗവാന്റെ ആ രൂപം, വിശ്വരൂപം, എല്ലാ ലോകങ്ങളും ഭഗവാന്റെ ശരീരത്തിൽ മഹാബലി ദർശിക്കുന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ്. നമുക്ക് നോക്കാം. രസാമചഷ്ടാംഗ്രിതലേദപാദയോഃ മഹീം മഹീദ്രാൻ പുരുഷസ്യ ജംഗയോഃ പദത്രിണോ ജാനുനി വിശ്വമൂർത്തേഃ ഊർവോർഗണം മാരുതമിന്ദ്രസേനഃ. രസാം അചഷ്ടാംഗ്രിതലേദപാദയോഃ മഹീം മഹീദ്രാൻ പുരുഷസ്യ ജംഗയോഃ പദത്രിണോ ജാനുനി വിശ്വമൂർത്തേഃ ഊർവോർഗണം മാരുതമിന്ദ്രസേനഃ. ഇവിടെ അചഷ്ട എന്നുണ്ട് ഒന്നാമത്തെ വരിയിൽ തന്നെ. രസാം അചഷ്ട. അചഷ്ട എന്ന് പറഞ്ഞാല് ചക്ഷുവിന് വിഷയമായി എന്നർത്ഥമാണ്. ദർശിച്ചു, കണ്ടു എന്ന് തന്നെയാണ് അർത്ഥം. അചഷ്ട. അപ്പൊ എന്തൊക്കെയാ എവിടെയൊക്കെയാ കണ്ടത്, ആരാ കണ്ടത് എന്ന് അവസാനത്തെ പദം പറയുന്നു. ഇന്ദ്രസേന എന്ന്. ഇന്ദ്രസേനൻ എന്നുള്ളതാണ് മഹാബലിയുടെ ശരിക്കുള്ള പേര്.
മഹാബലി എന്നുള്ളത് പ്രശസ്തമായ പേരാണ്. അദ്ദേഹത്തിന്റെ ഗൂഢമായിട്ടുള്ള നാമം ഇന്ദ്രസേനൻ എന്നുള്ളതാണ്. ഇനി മറ്റൊരർത്ഥത്തില് ഇന്ദ്രനെ പോലെ ആജ്ഞാശക്തിയുള്ളവൻ, ഇന്ദ്രനെ പോലെ ലോകം മുഴുവൻ 3 ലോകങ്ങളും അടക്കി ഭരിക്കാനുള്ള സേനയോട് കൂടിയവൻ എന്നുള്ള അർത്ഥത്തിലും അദ്ദേഹത്തിന് ആ പേര് വിശേഷണമായിട്ടും പറയാം. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു പേരാണ് മഹാബലി, ഇന്ദ്രസേന എന്നുള്ളത്. അപ്പൊ ആ ഇന്ദ്രസേന വിശ്വമൂർത്തേഹേ പുരുഷസ്യ അംഗ്രിതലേ രസാം അചഷ്ട. വിശ്വമൂർത്തേഹേ പുരുഷസ്യ, വിശ്വം തന്നെ മൂർത്തിയായിരിക്കുന്ന വിശ്വരൂപനായിരിക്കുന്ന പുരുഷന്റെ, വിരാട് പുരുഷന്റെ അംഗ്രിതലേ, അംഗ്രിതലം എന്ന് പറഞ്ഞാൽ പാദതലം, ഏറ്റവും താഴെ ഭഗവാന്റെ പാദത്തിന്റെ അടിഭാഗത്തെയാണ് പാദതലം എന്ന് പറയുക. അവിടെ രസാം അചഷ്ട, രസയെ കണ്ടു, രസാലോകത്തെ, രസാതലത്തെ കണ്ടു എന്നർത്ഥം. അപ്പോ അതലം, വിതലം, തലാതലം, രസാതലം, പാതാളം എന്നുള്ളതിലെ ആ പാതാളത്തെയും രസാതലത്തെയും കൂടി ഒന്നിച്ച് കണക്കാക്കി താഴേക്ക് പറഞ്ഞു എന്നർത്ഥം. അതോ ലോകത്തെ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ കണ്ടു. അംഗ്രിതലേ രസാം അചഷ്ട പാദയോഹോ മഹീം. ഭഗവാന്റെ ആ പാദങ്ങളിൽ ഭൂമിയെ കണ്ടു. മൊത്തത്തിലുള്ള പാദങ്ങളിൽ ഭൂമിയെ കണ്ടു. പാദോസ്യ വിശ്വാഭൂതാനി എന്ന് പുരുഷ സൂക്തം പറയുമ്പോ ഈ വിശ്വം അദ്ദേഹത്തിന്റെ പാദമാണ് എന്ന് പറയുന്നതിനെ ഇവിടെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് ആ അർത്ഥത്തില് ഭൂമിയെ പാദമായിട്ട് കണ്ടു. പാദയോഹോ, 2 പാദങ്ങളിൽ ഭൂമിയെ കണ്ടു. മഹീം ജംഗയോഹോ മഹീദ്രാൻ. മഹീദ്രങ്ങൾ എന്ന് പറഞ്ഞാല് പർവ്വതങ്ങൾ. മഹിയെ ധരിക്കുന്നത് പർവ്വതങ്ങളാണ്. അപ്പൊ പർവ്വതങ്ങളെ പുരുഷസ്യ ജംഗയോഹോ, അദ്ദേഹത്തിന്റെ ജംഗകളിൽ, ജംഗ എന്ന് പറഞ്ഞാൽ മുഴങ്കാലുകൾ, നെരിയാണിയുടെ മുകളില് ജാനുവിന്റെ താഴെയുള്ള ഭാഗം ജംഗ അല്ലേ. അപ്പൊ മുഴങ്കാലുകള്, കാഫ് മസിൽസ് എന്നൊക്കെ പറയുന്ന ഭാഗം, ആ കാഫ് തന്നെ. അപ്പൊ അദ്ദേഹത്തിന്റെ 2 ജംഗകളില് മഹീദ്രങ്ങളെ, പർവ്വതങ്ങളെ കണ്ടു. ജാനുനി പദത്രിണഹ, പദത്രിണോ ജാനുനി, ജാനുനി എന്ന് പറഞ്ഞാൽ കാൽമുട്ടുകളിൽ, പദത്രികൾ എന്ന് പറഞ്ഞാൽ പക്ഷികൾ, പക്ഷികളുടെ സ്ഥാനമായിട്ട് അദ്ദേഹത്തിന്റെ, പക്ഷികൾ സഞ്ചരിക്കുന്ന സ്ഥാനമായിട്ട് അദ്ദേഹത്തിന്റെ കാൽമുട്ടുകളെ കണ്ടു. അപ്പൊ പർവ്വതങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ജംഗാ പരിമിതമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ കാൽമുട്ടിന്റെ പരിമിതമായിട്ടുള്ള ആകാശത്താണ് പക്ഷികൾ പറക്കുന്നത് എന്നൊക്കെ ഉള്ളതായിട്ടുള്ള അർത്ഥത്തിലും എടുക്കാം. ഊർവോഹോ മാരുതം ഗണം അചഷ്ട. ഊർവോഹോ, അദ്ദേഹത്തിന്റെ 2 തുടകളിൽ മാരുതം ഗണം, വായുവിന്റെ വിവിധ സംഘങ്ങളെ ദർശിച്ചു. ഇപ്പൊ വായുവിന് വിവിധ സംഘങ്ങളുണ്ട് അല്ലെ. നമ്മളതിന് കെമിസ്ട്രിയിൽ പല പേരുകളും വിളിക്കുന്നു. നൈട്രജൻ എന്നും ഓക്സിജൻ എന്നും ഹൈഡ്രജൻ എന്നും കാർബൺ ഡൈ ഓക്സൈഡ് എന്നൊക്കെ പല പേരുകൾ വിളിക്കുന്നു. ഇവിടെ മാരുതം ഗണം എന്ന് വിളിക്കുന്നു. 49 മരുത്തുക്കളുടെ ഗണമുണ്ട്. വായുവിന്റെ അംശങ്ങളാണ് അവരൊക്കെ. അപ്പൊ വായുസംഘം എന്നർത്ഥം. വായുസംഘത്തെ അദ്ദേഹത്തിന്റെ ഊരു പര്യന്തം കണ്ടു. അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ വായുമണ്ഡലം. അപ്പൊ അങ്ങനെ ഭഗവാന്റെ ഊരു പര്യന്തമുള്ളതായിട്ടുള്ള വരികളാണ്, ഭാഗമാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പൊ അതില് വിശ്വരൂപ ദർശനത്തില് 7 പദ്യങ്ങളാണുള്ളത്. അതില് 1ാമത്തെ പദ്യത്തില് ഭഗവാന്റെ പാദതലം മുതൽക്ക് പാദവും ജംഗയും ജാനുക്കളും ഊരുക്കളും വർണ്ണിച്ചു. രസാമചഷ്ടാംഗ്രിതലേദപാദയോഃ മഹീം മഹീദ്രാൻ പുരുഷസ്യ ജംഗയോഃ പദത്രിണോ ജാനുനി വിശ്വമൂർത്തേഃ ഊർവോർഗണം മാരുതമിന്ദ്രസേനഃ സന്ധ്യാം വിഭോർവാസസി ഗുഹ്യ ഐക്ഷത പ്രജാപതീൻ ജഗനെ ആത്മമുഖ്യാൻ നാഭ്യാം നഭഃ കുക്ഷിഷു സപ്ത സിന്ധൂൻ ഉരുക്രമസ്യോരസി ചർക്ഷമാലാം സന്ധ്യാം വിഭോർവാസസി ഗുഹ്യ ഐക്ഷത പ്രജാപതീൻ ജഗനെ ആത്മമുഖ്യാൻ നാഭ്യാം നഭഃ കുക്ഷിഷു സപ്ത സിന്ധൂൻ ഉരുക്രമസ്യോരസി ചക്ഷമാലാം.
അപ്പോ ഉരുക്രമൻ വലിയ കാൽവെപ്പുകളോടുകൂടിയ ഭഗവാൻ, പാദന്യാസത്തോടുകൂടിയ വിഭോഹോ സർവവ്യാപിയായ ഭഗവാന്റെ വാസസി സന്ധ്യാം, അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ പീതാംബരത്തിൽ സന്ധ്യയെ കണ്ടു. ഉഷസന്ധ്യയും സായം സന്ധ്യയും രണ്ടും മഞ്ഞവർണ്ണമാണ് അല്ലെ? സന്ധ്യാനേരത്ത് ആകാശം മഞ്ഞവർണ്ണമാണ്. അപ്പൊ പീതാംബരത്തിലൂടെ സന്ധ്യയെ ദർശിച്ചു. ഉരുക്രമസ്യ വിഭോഹോ വാസസി സന്ധ്യാമചഷ്ട ജഗനെ ആത്മമുഖ്യാൻ എന്ന് പറയുമ്പോഴോ ജഗനം അരക്കെട്ടാണ്. ഭഗവാന്റെ വിരാട് പുരുഷന്റെ അരക്കെട്ടിന്റെ സ്ഥാനത്ത് ആത്മമുഖ്യാൻ എന്ന് പറഞ്ഞാൽ താനും തന്റെ ആളുകളും. ആരാ കാണുന്നത്? മഹാബലി. അപ്പൊ ആരെയാ കാണുന്നത്? അസുരന്മാരെ എന്നർത്ഥം. മഹാബലി അടക്കമുള്ളതായിട്ടുള്ള അസുരന്മാരെ ഭഗവാന്റെ ജഗനദേശത്ത് കണ്ടു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ജഗനഭാഗത്ത് പൃഷ്ഠഭാഗത്ത് അരക്കെട്ടില് അസുരന്മാർ അടങ്ങിയിരിക്കുന്നു. എല്ലാ അസുരന്മാരെയും അവിടെ ഭവിപ്പിച്ചിരിക്കുന്നു, ഉൾക്കൊണ്ടിരിക്കുന്നു ഭഗവാൻ എന്നർത്ഥം. അപ്പൊ താനും പെട്ടു, മഹാബലി തന്നെയും കണ്ടു എന്നർത്ഥം. അതാണ് ആത്മമുഖ്യാൻ ജഗനെ അചഷ്ട. ഇനി പ്രജാപതിയും ഗുഹ്യേ ഐക്ഷത്. ഗുഹ്യേ എന്ന് പറഞ്ഞാലോ ഗുഹ്യസ്ഥാനത്ത്, എന്താ പറയുക, പ്രജനന സ്ഥാനത്ത് എന്നർത്ഥം. പ്രജനന ഇന്ദ്രിയത്തിൽ എന്നൊക്കെ അർത്ഥമാണ്. ഉപസ്ഥം എന്ന് പറയുന്ന സ്ഥാനത്ത് പ്രജാപതിയും അചഷ്ട. ഐക്ഷത്ത് എന്ന് പറഞ്ഞാലും ഈക്ഷിച്ചു, കണ്ടു. അപ്പൊ ഐക്ഷത്ത്, അചഷ്ട, എന്താ പറയുക, ദദർശ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള പദങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട്. കണ്ടു 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 എന്നാണ്. അല്ലാതെ ഭഗവാൻ എല്ലാം കൂടി അടിച്ചു മാറ്റി എന്നല്ല എവിടെയും പറഞ്ഞിരിക്കുന്നത്. എവിടെയെങ്കിലും പറഞ്ഞോ ഭഗവാൻ ഒക്കെ കൂടി കട്ടെടുത്തു, അപഹരിച്ചെടുത്തു, അടിച്ചു മാറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. മഹാബലി കണ്ടു. അപ്പൊ മഹാബലിക്ക് കാണിച്ചു കൊടുത്തു ഭഗവാൻ. അപ്പൊ ജഗനസ്ഥാനത്ത് അസുരന്മാരെയും ഗുഹ്യസ്ഥാനത്ത് പ്രജാപതിമാർ, ഈ ലോകത്തിലെ പ്രജകളെ ജനിപ്പിക്കുന്നതായിട്ടുള്ള ബ്രഹ്മാവ് മുതൽക്കുള്ളതായിട്ടുള്ള കശ്യപാദി പ്രജാപതികള് അല്ലെങ്കിൽ മരീച്യാദി പ്രജാപതികള് എല്ലാവരും ഗൃഹസ്ഥന്മാരായിട്ടുള്ള ആളുകളൊക്കെ ആ ഗുഹ്യസ്ഥാനത്ത് കണ്ടു. അതാണ് പ്രജാപതിയും ഗുഹ്യേ. ഇനി നാഭ്യാം നഭഃ, ഭഗവാന്റെ നാഭീസ്ഥാനത്ത്, പൊക്കിൾ സ്ഥാനത്ത് നഭഃ ആകാശത്തെ കണ്ടു. അതുപോലെ കുക്ഷിഷു സപ്തസിന്ധൂൻ, കുക്ഷികളിൽ ഭഗവാന്റെ ഉദരത്തിൽ 7 സമുദ്രങ്ങളെയും കണ്ടു. സപ്തസിന്ധൂൻ ഐക്ഷത് എന്നർത്ഥം. ഉരസി വൃക്ഷമാലാം ച ഐക്ഷത്. ഉരസി ഭഗവാന്റെ മാറിടത്തില് വൃക്ഷമാല എന്ന് പറഞ്ഞാൽ നക്ഷത്രാവലി, താരാവലി. വൃക്ഷം എന്നാൽ ഇവിടെ നക്ഷത്രങ്ങൾ എന്നർത്ഥം. അവയുടെ നിരകൾ, കൂട്ടങ്ങൾ അല്ലെ, നമ്മുടെ സപ്തർഷി മണ്ഡലം മുതലായിട്ടുള്ള അല്ലെങ്കിൽ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, രേവതി പര്യന്തമുള്ളതായിട്ടുള്ള നക്ഷത്രങ്ങളൊക്കെ ഭഗവാന്റെ മാറത്ത് കണ്ടു. ഭഗവാൻ അണിഞ്ഞിരിക്കുന്നതായിട്ടുള്ള രത്നങ്ങളും ആഭരണങ്ങളുമൊക്കെ ആ നക്ഷത്രമാലകൾ തന്നെയാണ്, അതിന്റെ പ്രതീകം തന്നെയാണ്. ഈ മാലകളിലൂടെ ഭഗവാൻ നമ്മളോട് പറയുന്ന, നിങ്ങൾ ഈ മാല കാണുമ്പോൾ എന്റെ മാറിലാണ് ഈ നക്ഷത്രങ്ങളൊക്കെ ശോഭിക്കുന്നത് എന്ന് ഭാവന ചെയ്യേണ്ടതാണ്. അപ്പോ വൃക്ഷമാലാം ഉരസി ഐക്ഷത്, നക്ഷത്രമാലകളെ, താരാവലിയെ മാറത്തും കാണിച്ചു കൊടുത്തു. സന്ധ്യാം വിഭോർവാസസി ഗുഹ്യ ഐക്ഷത് പ്രജാപതീൻ ജഗനെ ആത്മമുഖ്യാൻ നാഭ്യാം നഭകുക്ഷിഷു സപ്തസിന്ധൂൻ ഉരുക്രമസ്യോരസി ചക്ഷമാലാം ഹൃദി അംഗധർമ്മം സ്തനയോർമുരാരേഃ ഋതം ച സത്യം ച മനസി അദ ഇന്ദും ശ്രിയം ച വക്ഷസി അരവിന്ദഹസ്താം കണ്ഡേ ച സാമാനി സമസ്തരേബാൻ. ഹൃദ്യംഗധർമ്മം സ്തനയോർമുരാരേഃ ഋതം ച സത്യം ച മനസ്യധേന്ദും ശ്രിയം ച വക്ഷസ്യരവിന്ദഹസ്താം കണ്ഡേ ച സാമാനി സമസ്തരേഭാൻ. അപ്പൊ ഹേ അംഗ, അല്ലയോ പൂജ്യനായ പരീക്ഷിത്ത് രാജാവേ എന്ന അംഗ എന്നുള്ളത് സുഖബ്രഹ്മർഷി പരീക്ഷത്തിനെ സംബോധന ചെയ്യുന്നതാണ്. ഹൃദി
ഹൃദി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹൃദയസ്ഥാനത്ത് ധർമ്മം. ഇപ്പൊ ധർമ്മം ഭഗവാന്റെ ഹൃദയമാണെന്ന് മഹാബലി ദർശിച്ചു. മഹാബലിക്ക് അങ്ങനെയുള്ള ഒരു ദർശനം ഭഗവാൻ കൊടുത്തു എന്നർത്ഥം. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും മഹാബലിയുടെ ആ യോഗ്യത കൊണ്ട്, അന്ധക്കരണ ശുദ്ധിയുണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ട് സത്യസന്ധത കൊണ്ട്, ധൈര്യം കൊണ്ട്, ധർമ്മനിഷ്ഠ കൊണ്ട്, അഹങ്കാരത്തിന്റെ ലേശം മാത്രമേ ഉള്ളൂ. അതും ഇപ്പൊ ഭഗവാന്റെ ദർശനത്തോടുകൂടി ഇല്ലാതാവുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ചിത്തശുദ്ധി ഉണ്ടായിട്ടുണ്ട്. ആ ചിത്തശുദ്ധി കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ ധർമ്മം എന്ന സൂക്ഷ്മ വിഷയത്തെ ഭഗവാന്റെ ഹൃദയസ്ഥാനത്ത് കാണുന്നു. ഹൃദി ധർമ്മം. സ്തനയോഹോ മുരാരേഹേ ഋതം ച സത്യം ച. മുരാരേഹെ, ആ മുരൻ എന്ന അസുരനെ വധിച്ച ആ മുരാരിയുടെ സ്തനയോഹോ, രണ്ട് സ്തനങ്ങളിൽ, ഋതം ച സത്യം ച, ഋതവും സത്യവും. സത്യത്തിന്റെ മറ്റൊരു പര്യായം തന്നെയാണ് ഋതം. സത്യം എന്ന് പറയുന്നത് ഇവിടെ പാരമാർത്ഥികമായിട്ടുള്ള സത്യം എന്നെടുക്കാം. ഋതം എന്ന് പറയുമ്പോൾ വ്യാവഹാരിക സത്യം എന്നും. ഈ ലോക വ്യവഹാരം ഏതൊരു ധർമ്മത്തിൽ അധിഷ്ഠിതമാണോ, ഏതൊരു സത്യത്തിൽ അധിഷ്ഠിതമാണോ, അതാണ് ഋതം. മറ്റത് പാരമാർത്ഥികം. അപ്പൊ എങ്ങനെയുള്ള രണ്ടു തരത്തിലുള്ള സത്യങ്ങളെയും ഭഗവാന്റെ സ്തനങ്ങളിൽ കണ്ടു. മനസി അത ഇന്ദും. വിരാട് പുരുഷന്റെ മനസ്സാണ് ഇന്ദു, ചന്ദ്രൻ. ചന്ദ്രമാ മനസോജാത എന്ന് പുരുഷ സൂക്തം പറയും. ചന്ദ്രമസിൽ നിന്നാണ്, ഭഗവാന്റെ മനസ്സിൽ നിന്നാണ് മനസഹ ചന്ദ്രമാ ജാത, ചന്ദ്രൻ ജനിച്ചത്. ഭഗവാന്റെ മനസ്സ് സമഷ്ടി, വിരാട് പുരുഷന്റെ മനസ്സ് തന്നെയാണ് ചന്ദ്രൻ. അപ്പൊ ഭഗവാന്റെ മനസ്സിൽ ചന്ദ്രനെ കണ്ടു. ശ്രിയം ച വക്ഷസി അരവിന്ദ ഹസ്താം. വക്ഷസി, ഭഗവാന്റെ വക്ഷസിൽ, മാറിടത്തിൽ, ശ്രീവത്സം എന്ന സ്ഥാനത്ത് അരവിന്ദഹസ്തയായ ശ്രീയെ കണ്ടു. താമര കയ്യിൽ പിടിച്ചിരിക്കുന്ന ലക്ഷ്മിയെ കണ്ടു. ലക്ഷ്മി ദേവി ഇരിപ്പുണ്ട് ഇവിടെ ഭഗവാന്റെ വക്ഷസില്, മാറിടത്തില്, ശ്രീവത്സം എന്ന സ്ഥാനത്ത് താമര കയ്യിൽ പിടിച്ചിട്ട്. അതാണ് അരവിന്ദഹസ്ത. അരവിന്ദഹസ്തയായ ദേവിയെ കണ്ടു. കണ്ടേജ സാമാനി സമസ്തരേഭാൻ. ഭഗവാന്റെ കണ്ടത്തിൽ സാമാനി സമസ്തരേഭാൻ. സാമങ്ങൾ എന്ന് പറഞ്ഞാൽ വേദങ്ങൾ, ഏറ്റവും ശ്രേഷ്ഠങ്ങളായ വേദമന്ത്രങ്ങളെയും, അതുപോലെ സമസ്ത രേഭാൻ, രേഭങ്ങൾ എന്ന് പറഞ്ഞാല് ശബ്ദ ദേവതകളെ സൂചിപ്പിക്കുന്ന പദമാണ്. നമ്മുടെ കണ്ടത്തിൽ നിന്നാണ് എല്ലാ ശബ്ദങ്ങളും പുറത്തേക്ക് വരുന്നത്. അപ്പൊ ആ ശബ്ദങ്ങളെ പുറപ്പെടുവിക്കാൻ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള ദേവതകളാണ് രേഭങ്ങൾ എന്ന ശബ്ദം കൊണ്ടിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോ ശബ്ദ ദേവതകളെ എല്ലാം ഭഗവാന്റെ കണ്ഠസ്ഥാനത്ത് കണ്ടു. സാമാദി വേദങ്ങളെയും ഭഗവാന്റെ കണ്ഠത്തിൽ കണ്ടു. എന്നുവെച്ചാൽ സംഗീതാദികളും എല്ലാ തരത്തിലുള്ള വർണ്ണങ്ങളും ശബ്ദങ്ങളും എല്ലാം ഭഗവാന്റെ കണ്ഠത്തിൽ നിന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഹൃദ്യംഗധർമ്മം സ്തനയോർമുരാരേഹേ ഋതം ച സത്യം ച മനസ്യധേന്ദും ശ്രിയം ച വക്ഷസ്യരവിന്ദഹസ്താം കണ്ഠേ ച സാമാനി സമസ്തരേഭാൻ ഇന്ദ്രപ്രധാനാൻ അമരാൻ ഭുജേഷു തൽകർണയോഃ കകുബോദ്യൗശ്ച മൂർധ്നി കേശേഷു മേഘാൻ ശ്വസനം നാസികായാം അക്ഷ്ണോശ്ച സൂര്യം വദനേ ച വന്യം. ഇന്ദ്രപ്രധാനാൻ അമരാൻ ഭുജേഷു തൽകർണയോഃ കകുബോദ്യൗശ്ച മൂർധ്നി കേശേഷു മേഘാൻ ശ്വസനം നാസികായാം അക്ഷ്ണോശ്ച സൂര്യം വദനേ ച വന്യം. ഇനി ഭഗവാന്റെ ഭുജേഷു, ഭുജേഷു കൈകളിൽ, രണ്ടല്ല അനേക കൈകളുള്ളത് കൊണ്ടാണ് ഭുജേഷു എന്ന് പറഞ്ഞ സഹസ്രശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് എന്ന് പറയുമ്പോൾ സഹസ്രഭുജവാനാണ്. അനേകായിരം കൈകളോടുകൂടിയ വിശ്വമൂർത്തിയാണ്. അപ്പൊ വിശ്വമൂർത്തിയുടെ കൈകളിൽ ഇന്ദ്രപ്രധാനാൻ അമരാൻ, ഇന്ദ്രൻ പ്രധാനിയായിരിക്കുന്ന അമരസംഘത്തെ, ദേവന്മാരെ കൈകളിൽ കണ്ടു. എന്ന് വെച്ചാലോ ഭഗവാന്റെ കൈകൾ തന്നെയാണ് ദേവന്മാർ. ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ദേവന്മാർ. ഭഗവാന്റെ കിങ്കരന്മാരാണ് ദേവന്മാർ. ഭഗവാൻ ചിന്തിക്കുന്നതിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഭഗവാന്റെ എക്സിക്യൂട്ടീവ്സ് ആണ് ദേവന്മാര്. ഭഗവാൻ ഈ കമ്പനിയുടെ ചെയർമാനാണ്. ഈ വിശ്വമാകുന്ന കമ്പനിയുടെ അധ്യക്ഷനാണ് ഭഗവാൻ. തന്റെ എക്സിക്യൂട്ടീവ്സിനെ കൊണ്ടാണ് ഇത് നടത്തിക്കുന്നത്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആ ചെയറിൽ ഇരുന്നു കൊണ്ട്, രാഷ്ട്രപതി ഭവനിൽ ഇരുന്നു കൊണ്ട് ഓരോ സംസ്ഥാനങ്ങളിലേക്കും ഗവർണേഴ്സിനെയും അതുപോലെ ലഫ്റ്റനന്റ് ഗവർണേഴ്സിനെയും ഒക്കെ വിട്ട് കാര്യങ്ങൾ നടത്തുന്നത് പോലെ
ഭഗവാന്റെ കൈകളാണ് ദേവന്മാർ. അതുകൊണ്ട് ഭുജേഷു ഇന്ദ്രപ്രധാനാൻ അമരാൻ. തൽ കർണയോഹോ കകുബോ ദ്യൗശ്ച മൂർധ്നി. തത് കർണയോഹോ കകുബഹ. കകുബഹ എന്ന് പറഞ്ഞാൽ ദിക്കുകൾ. ദിക്കുകളെ തത് കർണയോഹോ ഭഗവാന്റെ രണ്ട് കാതുകളിൽ എന്ന് പറയും. മൊത്തത്തിൽ രണ്ട് കാതേ കാണിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് കർണയോഹോ എന്ന് പറഞ്ഞു. ആ കർണങ്ങളിൽ കകുബഹ എന്ന് പറഞ്ഞാൽ കകുപ്പ് എന്നുള്ള ഏകവചനത്തിന്റെ ബഹുവചനം. ദിക്കുകളെ എന്നർത്ഥം. അപ്പൊ 8 ദിക്കുകളെ അല്ലെങ്കിൽ 4 ദിക്കുകളെ ഭഗവാന്റെ കർണങ്ങളിൽ കണ്ടു. ദ്യൗശ്ച മൂർധ്നി. ദ്യോവ് എന്ന് പറഞ്ഞാൽ സ്വർഗം. അപ്പൊ ദ്യോവിനെ ഭഗവാന്റെ മൂർധാവിൽ കണ്ടു. ഊർധ്വലോകങ്ങളെ ഭഗവാന്റെ മൂർധാവിൽ കണ്ടു എന്നർത്ഥം. കേശേഷു മേഘാൻ. ഭഗവാന്റെ കേശങ്ങളിൽ, തലമുടികളിൽ മേഘങ്ങളെ ദർശിച്ചു. കേശേഷു മേഘാൻ. നാസികായാം ശ്വസനം. ഭഗവാന്റെ നാസികയിൽ നിന്ന് ശ്വാസവായു, പ്രാണവായു അകത്തേക്കും പുറത്തേക്കും വരുന്നത് കണ്ടു. ലോകത്തിന്റെ മുഴുവൻ ശ്വാസവായുവാണ് ഭഗവാന്റെ നാസികയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത്. അക്ഷ്ണോഹോ സൂര്യം ച. ഭഗവാന്റെ അക്ഷികളിൽ 2 കണ്ണുകളിലൂടെ സൂര്യനെ കണ്ടു. കണ്ണുകൾ സൂര്യൻ തന്നെയാകുന്നു. വദനേ ച വന്യം. ഭഗവാന്റെ വായിൽ, വദനത്തിൽ അഗ്നിയെ കണ്ടു. ഭഗവാന്റെ വായിൽ നിന്നാണ് അഗ്നി ഉണ്ടായത്. മുഖാദ് ഇന്ദ്രശ്ച അഗ്നിശ്ച എന്ന് പുരുഷസൂക്തം. അപ്പൊ ആ ഭഗവാന്റെ വായിൽ നിന്നാണ് അഗ്നി വന്നിരിക്കുന്നത്. അപ്പൊ വായിൽ അഗ്നിയെ കണ്ടു. ഇന്ദ്രപ്രധാനാൻ അമരാൻ ഭുജേഷു തൽ കർണയോഹോ കകുബോദ്യൗശ്ച മൂർധ്നി. കേശേഷു മേഘാൻ ശ്വസനം നാസികായാം അക്ഷ്ണോശ്ച സൂര്യം വദനേ ച വന്യം. വാണ്യാം ച ചന്ദാംസി രസേ ജലേശം. ഭ്രുവോർനിഷേദം ച വിധിം ച പക്ഷ്മസു. അഹശ്ച രാത്രിം ച പരസ്യ പുംസോ മന്യും ലലാടേ അധരയേവ ലോഭം. വാണ്യാം ച ചന്ദാംസി രസേ ജലേശം. ഭ്രുവോർനിഷേദം ച വിധിം ച പക്ഷ്മസു. അഹശ്ച രാത്രിം ച പരസ്യ പുംസോ മന്യും ലലാടേ അധരയേവ ലോഭം. പരസ്യ പുംസഃ. പരനായ പുരുഷന്റെ, പരമപുരുഷന്റെ വാണ്യാം. ഭഗവാന്റെ വാണിയിൽ, വാക്കിൽ, ഛന്ദാംസി ഛന്ദസ്സുകളെ. ഛന്ദസ് എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങളെന്നും ഗായത്രിയാദി വൃത്തങ്ങൾ, വൈദിക ഛന്ദസ്സുകളെന്നും രണ്ടും എടുക്കാം. അപ്പൊ വേദങ്ങളെയും ഛന്ദസ്സുകളെയും ഭഗവാന്റെ വാണിയിൽ കണ്ടു. രസേ ജലേശം. ഭഗവാന്റെ നാവിലുള്ള രസത്തിൽ വരുണനെ കണ്ടു. ഭഗവാന്റെ രസത്തിൽ നിന്നാണ്, നാവിൽ നിന്നാണ് വരുണനുണ്ടായിരിക്കുന്നത്. അപ്പൊ വരുണനെ രസത്തിൽ കണ്ടു. രസനേന്ദ്രിയത്തിൽ വരുണനെ ദർശിച്ചു. ഭ്രുവോഹോ നിഷേധം വിധിം ച. ഭ്രുവോഹോ ഭഗവാന്റെ 2 പുരികങ്ങളിൽ വിധി നിഷേധങ്ങളെ കണ്ടു. ശാസ്ത്രങ്ങളിലൂടെ ഭഗവാൻ ലോകത്തിന് വിധി നിഷേധങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്നത് ചെയ്യാം, ഇന്നത് അരുത് എന്ന് ഓരോരുത്തർക്കും പ്രത്യേകം വിധി നിഷേധങ്ങളുണ്ട്. അത് ഭഗവാന്റെ ബ്രൂക്കളായിട്ട് കണ്ടു. ഭഗവാന്റെ ബ്രൂ ചലനം അത് മനസ്സിലാക്കണം നമ്മൾ. ഭഗവാൻ നമ്മൾ നിഷേധമായിട്ടുള്ളത് ചെയ്താൽ, പുരികക്കൊടി ഒന്ന് അനക്കിയാൽ നമ്മുടെ പണി കഴിയും. അപ്പോ ഭഗവാന്റെ പുരികക്കൊടികളെ വിധി നിഷേധങ്ങളായി, ധർമാധർമ്മങ്ങളായി ഒക്കെ കണ്ടു. പക്ഷ്മസു അഹഹ ച രാത്രിം ച. പക്ഷ്മം എന്ന് പറഞ്ഞാൽ ഈ കൺപീലികളാണ്. ഐബ്രോസ്, ഐലിഡ്സ്. ഐബ്രോസ് എന്നാണ് ഐലിഡ്സ്. അടയ്ക്കാനുള്ള അടപ്പുകൾ അല്ലെ. അപ്പൊ കണ്ണിനെ അടയ്ക്കുന്ന പക്ഷ്മങ്ങളിൽ അഹഹ രാത്രി. രാവും പകലും കണ്ടു. ഭഗവാൻ കണ്ണ് തുറന്നാൽ പകലും, കണ്ണടച്ചാൽ രാത്രിയുമാണ്. അപ്പോ ആ സൂചിപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ കണ്ണുകളിൽ, കണ്ണിമകളിൽ രാവും പകലും കണ്ടു. ലലാടേ മഞ്ഞു. ഭഗവാന്റെ ലലാടത്തിൽ, നെറ്റിത്തടത്തിൽ മഞ്ഞുവിനെ, കോപത്തെ കണ്ടു. നെറ്റിത്തടത്തിലാണ് കോപം സ്ഥിതി ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് ബ്രഹ്മദേവന്റെ ലലാടത്തിൽ നിന്നാണ് കോപസ്വരൂപനായ രുദ്രൻ ഉണ്ടായി വന്നത്. അധരേ ലോഭം ഏവ. അധരത്തിൽ ഭഗവാന്റെ കീഴ്ചുണ്ടില് ലോഭം എന്നുള്ളതായിട്ടുള്ള ആ ഗുണത്തെയും കണ്ടു. ലോഭം എന്ന് പറഞ്ഞാൽ ആഗ്രഹം, അത്യാഗ്രഹം എന്നൊക്കെ പറയാം. എല്ലാവർക്കും
ഉണ്ടാവുന്നതായിട്ടുള്ള പ്രകൃതിയിലുള്ള എല്ലാം ഭഗവാന്റെ ശരീരമാണ്. ധർമ്മവും അധർമ്മവും ഇതുപോലുള്ള നെഗറ്റീവായിട്ടുള്ളതെല്ലാം ഭഗവാനിൽ തന്നെയാണ്. സച്ചത്തെച്ചാഭവത്, സത്തും തെത്തുമായിട്ടുള്ളതെല്ലാം ഭഗവാൻ തന്നെയാണ് ആയിത്തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നും മാറ്റി നിർത്താനില്ല, എല്ലാം ഭഗവാന്റെ തന്നെ അംശമാണ്. സ്പർശേച കാമം നൃപരേതസോംബഃ പൃഷ്ടേ ത്വധർമ്മം ക്രമണേഷു യജ്ഞം ഛായാസു മൃത്യും ഹസിതേ ച മായാം തനൂരുഹേ ശോഷധിജാതയശ്ച. സ്പർശേ ച കാമം നൃപരേതസോംബഃ പൃഷ്ടേ ത്വധർമ്മം ക്രമണേഷു യജ്ഞം ഛായാസു മൃത്യും ഹസിതേ ച മായാം തനൂരുഹേ ശോഷധിജാതയശ്ച. ഭഗവാന്റെ സ്പർശേന്ദ്രിയത്തിൽ, സ്പർശം എന്നാൽ ത്വക്കാണ്, അപ്പൊ ത്വക്കിന്ദ്രിയത്തിൽ കാമം എന്നുള്ളതായിട്ടുള്ള ധർമ്മത്തെ അല്ലെങ്കിൽ ആ ദേവനെ ഭഗവാന്റെ സ്പർശത്തിൽ കണ്ടുപോകുന്നു. ആ ഒരു ശക്തി, ആ ഒരു കാമിക്കുന്ന സ്വഭാവം നമ്മുടെ സ്പർശേന്ദ്രിയത്തിലാണ്. രേതസഹ അംബഹ, ഭഗവാന്റെ രേതസ്സിൽ ലോകത്തിന് ആവശ്യമായിട്ടുള്ള അമ്പസ്സിനെ, ജലത്തെ മുഴുവൻ കണ്ടു. പൃഷ്ടേ അധർമ്മം, ഭഗവാന്റെ പിൻഭാഗത്ത് പൃഷ്ഠഭാഗത്ത് അധർമ്മത്തെയും. ക്രമണേഷു യജ്ഞം, ഭഗവാന്റെ ക്രമണങ്ങൾ എന്നാൽ കാൽവെപ്പുകളാണ്, സഞ്ചാരമാണ് ക്രമിക്കുക എന്ന് പറഞ്ഞാൽ. അതിൽ യജ്ഞത്തെ കണ്ടു എന്ന് പറഞ്ഞാൽ ഈ ലോകമേ ഒരു യജ്ഞമാണ്. ഭഗവാന്റെ ചലനമാണ് ഈ ലോകത്തിൽ നടക്കുന്ന സകല കർമ്മങ്ങളും. യജ്ഞമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നടക്കുന്നതായിട്ടുള്ള കർമ്മങ്ങളാണ് എല്ലാം ഭഗവാന്റെ ചലനമായിട്ട് കണ്ടു. അപ്പൊ നമ്മളും അതിലെ ഭാഗഭാക്കുകൾ മാത്രമാണ്, അല്പം പങ്കുള്ളവരാണ്, അണ്ണാര കണ്ണന്മാരാണ് നമ്മളും എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഓർമ്മ വേണം. ഈ ലോകം അല്ലേ, സൂര്യൻ ഉദിക്കുന്നതും ഭൂമി കറങ്ങുന്നതും ഓരോ ചരാചരങ്ങളും അവരവരുടേതായിട്ടുള്ള ധർമ്മങ്ങൾ ബിസിയായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓരോ ജീവജാലങ്ങളും അവരുടെ പ്രവൃത്തികളിൽ മുഴുകുന്നു. എല്ലാവരും അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മളും നമ്മുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് പോവുക. അതാ ഭഗവാന്റെ യജ്ഞത്തിൽ പങ്കാളികളാവുക. ഭഗവാന്റെ ഇച്ഛയാണ്, ചലനമാണ് ഈ ലോകത്തിൽ നടക്കുന്ന സകല കർമ്മങ്ങളും. അതുകൊണ്ട് ഭഗവാന്റെ ക്രമണേഷു യജ്ഞം എന്ന് പറഞ്ഞു. ക്രമണേഷു യജ്ഞം ഛായാസു മൃത്യു, ഭഗവാന്റെ നിഴലിൽ, ഛായയിൽ, ഇരുട്ടിൽ മൃത്യുവിനെ, മരണത്തെ കാണുന്നു. എന്നാൽ അജ്ഞാനമാണ് ഛായ, അപ്പോ മരണം അജ്ഞാന നിമിത്തമാണ്. അപ്പോ മൃത്യുവിനെയും ഹസിതേ മായാംച, ഭഗവാന്റെ മന്ദഹാസത്തിൽ മായയെയും. ഭഗവാൻ ലോകത്തെ മയക്കാൻ ഉപയോഗിക്കുന്ന മായ എന്നുള്ളത് ഭഗവാന്റെ ഒരു മന്ദഹാസമാണ്, പുഞ്ചിരിയാണ്. തനൂരുഹേഷു ഔഷധിജാതയ, ഭഗവാന്റെ തനൂരുഹങ്ങൾ എന്നാൽ രോമങ്ങൾ, ശരീരരോമങ്ങൾ. കേശരോമങ്ങൾ മേഘങ്ങളായിട്ട് പറഞ്ഞു, ഇവിടെ തനൂരുഹങ്ങൾ, മറ്റത് ശിരോരുഹങ്ങളാണ് കേശരോമങ്ങൾ. അപ്പൊ ശരീരത്തിൽ ആരോഹണം ചെയ്തിരിക്കുന്ന രോമങ്ങളിൽ ഓഷധികൾ, ഓഷധിജാതികൾ എന്ന് പറഞ്ഞാൽ സകല സസ്യജാലങ്ങളും വിരാട് പുരുഷന്റെ രോമങ്ങളാകുന്നു എന്ന് കണ്ടു. നദീശ്ച നാഡീഷു ശിലാനഖേഷു ബുദ്ധൗ അജം ദേവഗണാൻ ഋഷീംശ്ച പ്രാണേഷു ഗാത്രേ സ്ഥിരജംഗമാനി സർവാണി ഭൂതാനി ദദർശ വീരഃ. നദീശ്ച നാഡീഷു ശിലാനഖേഷു ബുദ്ധൗ അജം ദേവഗണാൻ ഋഷീംശ്ച പ്രാണേഷു ഗാത്രേ സ്ഥിരജംഗമാനി സർവാണി ഭൂതാനി ദദർശ വീരഃ. വീണ്ടും ദദർശ, ദർശിച്ചു. ആര്? വീരഃ, ആ വീരനായ മഹാബലി. അപ്പൊ എന്തൊക്കെ എവിടെയൊക്കെ കണ്ടു? നദീശ്ച നാഡീഷു, ഭഗവാന്റെ വിരാട് പുരുഷന്റെ നാഡികളിൽ നദികളെ കണ്ടു. ഈ ഭൂമിക്ക്
ദാനം ചെയ്തുകൊണ്ട് ഒഴുകുന്നതായിട്ടുള്ള ജലപ്രവാഹങ്ങൾ, നദികളെല്ലാം ഭഗവാന്റെ നാഡികളാണെന്ന് ഉള്ള ദർശനം ഈ മഹാബലിക്ക് ഉണ്ടായി. മഹാബലിക്ക് മാത്രം ഉണ്ടായാൽ മതി അല്ലേ? നമുക്കൊന്നും വേണ്ടേ വേണ്ട. നമ്മൾക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അന്ന് എപ്പോഴോ അങ്ങേര് കണ്ട കഥ പറയപ്പോ ഇതിൽ നമുക്കെന്ത് കാര്യം അല്ലേ? എങ്ങനെയാണോ നമ്മൾ കാണേണ്ടത്? അതോ മഹാബലി കണ്ട ദർശനം നമുക്കും കൂടി പകർന്നു കിട്ടണോ, ഉൾക്കൊള്ളണോ? മഹാബലിയോടൊപ്പം നമുക്കും കാണാൻ കഴിയട്ടെ. മഹാബലി കണ്ടതുപോലെ എല്ലാം ഭഗവാന്റെ ശരീര അവയവങ്ങളായിട്ട് കാണാൻ നമുക്കും കഴിയട്ടെ. അപ്പൊ നദികളെല്ലാം ഭഗവാന്റെ നാഡികളായി കണ്ടു. നഖേഷു ശിലാ, ഭഗവാന്റെ നഖങ്ങളിൽ ശിലകളെ കണ്ടു. എല്ലാതരം ശിലകളും ഭഗവാന്റെ നഖങ്ങളായിട്ട്, പലതരം രത്നങ്ങളും ഒക്കെ ശിലകളാണ്, എല്ലാം ഭഗവാന്റെ നഖങ്ങളായി കണ്ടു. ബുദ്ധൗ അജം, ഭഗവാന്റെ ബുദ്ധിയിൽ അജനെ കണ്ടു. ഇവിടെ അജൻ എന്നാൽ ബ്രഹ്മദേവൻ. ഭഗവാന്റെ ബുദ്ധിയിലാണ് ബ്രഹ്മദേവൻ കുടികൊള്ളുന്നത് എന്ന് കണ്ടു. ബുദ്ധൗ അജം ദേവഗണാൻ ഋഷീംശ്ച പ്രാണേഷു, ഭഗവാന്റെ പ്രാണനിൽ 10 തരത്തിലുള്ളതായിട്ടുള്ള പ്രാണനുണ്ട്. അതില് ദേവഗണങ്ങളെ, ഋഷികളെ ഒക്കെ കണ്ടു. അപ്പൊ ദേവസമൂഹങ്ങളും ഋഷികളും മുമ്പേ പറഞ്ഞിട്ടുള്ളവരിൽ ഉൾപ്പെടാത്തതായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പ്രാണങ്ങളിൽ ഉൾപ്പെട്ടതായിട്ട് കണ്ടു. അതുപോലെ ഗാത്രേ സ്ഥിരജംഗമാനി സർവാണി ഭൂതാനി, ഗാത്രേ ഭഗവാന്റെ ശരീരത്തിൽ ബാക്കി സ്ഥിരജംഗമങ്ങളായ, സ്ഥാവര ജംഗമങ്ങളായ സർവഭൂതങ്ങളെയും ദർശിച്ചു. ഇനി ഒന്നും ബാക്കിയില്ല എന്നർത്ഥം. സകലതും ഭഗവാന്റെ ഗാത്രത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നതായി, എല്ലാം ഭഗവാന്റെ സ്വന്തമായി, ഭഗവാൻ താൻ തന്നെ എല്ലാമായിരിക്കുന്നതായി ആ മഹാബലി ദർശിച്ചു. പുരുഷയേവ ഇതകം സർവം എന്നുള്ളതായിട്ടുള്ള ദർശനം മഹാബലിക്ക് ഉണ്ടായി. സർവാത്മനീതം ഭുവനം നിരീക്ഷ്യ സർവേ അസുരാ കശ്മലമാപുരംഗ സുദർശനം ചക്രമസഹ്യ തേജോ ധനുശ്ചാർഗം സ്തനയിത്നുഘോഷം. സർവാത്മനീതം ഭുവനം നിരീക്ഷ്യ സർവേ അസുരാ കശ്മലമാപുരംഗ സുദർശനം ചക്രമസഹ്യ തേജോ ധനുശ്ചാർഗം സ്തനയിത്നുഘോഷം. അങ്ങനെ സർവാത്മാവായ ഭഗവാനിൽ ഇതം ഭവനം നിരീക്ഷ്യ, ഇതം ഭുവനം, ഈ ഭുവനത്തെ, ഈ ലോകങ്ങളെ മുഴുവൻ കണ്ടിട്ട് സർവേ അസുരാഹ കശ്മലം മാപു, മഹാബലി ഒഴിച്ചുള്ള ബാക്കി അസുരന്മാരൊക്കെ ഒരു കശ്മല ഭാവത്തെ പ്രാപിച്ചു. എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിൽ വല്ലാത്ത സംഘർഷമുണ്ടായി, ഭയമുണ്ടായി, കൺഫ്യൂഷൻ ഉണ്ടായി. ഇതിപ്പോ എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്, ഏത് രീതിയിലാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്, ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്, ഒന്നും അറിയാതെ ഭയപ്പെടുകയാണ്. വല്ലാത്തൊരു ഭയങ്കര രൂപം എന്ന് അവര്, മറ്റസുരന്മാരെല്ലാം അവരിൽ നിന്ന് അന്യനെ പോലെ ഭഗവാനെ കണ്ടു കാണും. കാണുന്നവൻ വേറെ, കാണപ്പെടുന്ന വിശ്വം വേറെ എന്ന രീതിയിൽ അവർ കണ്ടു കാണും. അതുകൊണ്ട് ഭയം ഉണ്ടാവും. ദ്വിതീയാദ്വൈ ഭയം ഭവതി, രണ്ടാമതായി കണ്ടാൽ ഭയമുണ്ട്, തീർച്ചയാണ്. അപ്പൊ കശ്മലം മാപുഹു, അവർക്ക് അന്ധകരണ ശുദ്ധി ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഭയമുണ്ടായി. അസഹ്യ തേജ സുദർശനം ചക്രം, ഭഗവാന്റെ സഹിക്കാൻ പറ്റാത്ത തേജസ്സോടുകൂടിയ സുദർശന ചക്രത്തെ കണ്ടു. അതുപോലെ സ്തനയിത്നുഘോഷ ധനുഹു ശാർഗം, സ്തനയിത്നുഘോഷ, സ്തനയിത്നു എന്ന് പറഞ്ഞാൽ ഇടിയാണ്. അപ്പൊ ഇടി പോലെയുള്ള ഘോഷത്തോടു കൂടിയത്, ഇടിമുഴക്കം പോലെയുള്ള ശബ്ദത്തോടു കൂടിയതായിട്ടുള്ള ഭഗവാന്റെ ശാർഗം ധനുഹു, ശാർഗം എന്നുള്ള വില്ലും ഭഗവാന്റെ വിരാട് പുരുഷന്റെ കൈകളിൽ കണ്ടു. അപ്പൊ ഈ വലിയ ആയുധങ്ങൾ സുദർശനവും ശാർഗവും ഒക്കെ കണ്ട് ഭയപ്പെട്ടു നിൽക്കുകയാണ് അസുരന്മാര്. കശ്മലഭാവത്തോടുകൂടി പാപചിത്തരായി അവര് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വൈരബുദ്ധിയോടുകൂടി നിൽക്കുകയാണ്. പർജന്യഘോഷോ ജലജഃ പാഞ്ചജന്യഃ കൗമോദകീ വിഷ്ണുഗദാതരസ്വിനി വിദ്യാധരോസി ശതചന്ദ്രയുക്തഃ തൂണോത്തമൗ അക്ഷയസായകൗ ച. പർജന്യഘോഷോ ജലജഃ പാഞ്ചജന്യഃ
കൗമോദകി വിഷ്ണുഗദാ തരസ്വിനി വിദ്യാധരോസി ശതചന്ദ്രയുക്ത തൂണോത്തമൗ അക്ഷയസായകൗ ച. ഭഗവാന്റെ മറ്റായുധങ്ങളെ വർണ്ണിക്കുകയാണ്. ഭഗവാന്റെ കയ്യിൽ പാഞ്ചജന്യം എന്ന ജലജം ഉണ്ട്. ജലജം എന്നാൽ ഇവിടെ ശംഖം. ഇപ്പൊ പാഞ്ചജന്യം എന്ന ശംഖം അതെങ്ങനെയുള്ളത്? പർജന്യഘോഷ, അതും മേഘം പോലെ ഘോഷത്തോടു കൂടിയതാണ്, ഇടിമുഴക്കം പോലെയുള്ള നാദത്തോടു കൂടിയതാണ്. ഗംഭീരമായ ഗഹനമായ ശബ്ദത്തോടു കൂടിയ മേഘധ്വനി പോലെയുള്ളതായിട്ടുള്ള ഭഗവാന്റെ കയ്യിലെ വലിയ ശംഖം പാഞ്ചജന്യം എന്ന ജലജം. അതുപോലെ വിഷ്ണുഗദ, വിഷ്ണുവിന്റെ ഗദയാണ് കൗമോദകി എന്ന തരസ്വിനി. തരസ്വിനി എന്ന് പറഞ്ഞാൽ വേഗത്തോടു കൂടിയവൾ, വളരെ വേഗം ശത്രുക്കളെ പ്രഹരിക്കുന്ന ആ കൗമോദകി എന്ന ഗദ, ഭഗവാന്റെ ഗദ, വിഷ്ണുഗദ. ഇപ്പൊ കൗമോദകി എന്ന ഗദയും അതുപോലെ ശതചന്ദ്രയുക്ത വിദ്യാധരാഖ്യ അസിഹി, ശതചന്ദ്ര ചിഹ്നങ്ങളോടുകൂടിയ എന്ന് വെച്ചാൽ അതില് ചന്ദ്രനെ നൂറുകണക്കിന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ആനപ്പട്ടത്തിലൊക്കെ കാണില്ലേ അനേക ചന്ദ്രന്മാർ, അതുപോലെ വാളില് ചന്ദ്രന്റെ അടയാളമുള്ളതായിട്ടുള്ള അസിയാണ്. അസി എന്നാൽ ഭഗവാന്റെ വാള്. അതിന് വിദ്യാധര ആഖ്യ, വിദ്യാധരം എന്നുള്ള പേരോടുകൂടിയതാണ് അസി. അപ്പൊ വിദ്യാധര, നന്ദകം എന്നും പേരുണ്ട് ഭഗവാന്. നന്ദകി എന്ന പേര്, വിദ്യാധരൻ എന്നും പേരുണ്ട്. വിദ്യയെ ധരിച്ചിരിക്കുന്നത്, വിദ്യാധരമായിരിക്കുന്നത് എന്നൊക്കെ അർത്ഥം. വിവേക വൈരാഗ്യങ്ങളൊക്കെ തന്നെയാണ് ഈ വാളൊക്കെ. അപ്പൊ അക്ഷയസായകൗ തൂണോത്തമൗ, തൂണ ഉത്തമൗ. തൂണങ്ങൾ എന്നാൽ തുണീരങ്ങൾ, അവനാഴികൾ, അത് രണ്ടെണ്ണം, അതാണ് ദ്വിവചനം. തൂണോത്തമൗ അതെങ്ങനെയുള്ളത്? അക്ഷയസായകൗ. അപ്പൊ രണ്ടു വശത്തും ഇടത്തും വലത്തും തോളില് രണ്ട് സായകങ്ങൾ, മറ്റേ എന്താ പറയാ, തുണീരങ്ങളുണ്ട്. അതിൽ സായകങ്ങൾ ഒരിക്കലും ക്ഷയിക്കില്ല. അമ്പൊടുങ്ങാത്ത ആവനാഴികൾ രണ്ട്. അതാണ് അക്ഷയസായകൗ തൂണോത്തമൗ. ഇങ്ങനെ ഭഗവാന്റെ ആയുധങ്ങളും ഭഗവാന്റെ ശരീരത്തില് വർണ്ണിക്കുകയാണ്. സുനന്ദമുഖ്യാഹ ഉപതസ്തുരീശം പാർഷദമുഖ്യാഹ സഹലോകപാലാഹ സ്ഫുരൽ കിരീടാംഗദമീനകുണ്ടലഃ ശ്രീവത്സരത്നോത്തമമേഖലാംബരൈഃ. സുനന്ദമുഖ്യാഹ ഉപതസ്തുരീശം പാർഷദമുഖ്യാഹ സഹലോകപാലാഹ സ്ഫുരൽ കിരീടാംഗദമീനകുണ്ടലഃ ശ്രീവത്സരത്നോത്തമമേഖലാംബരൈഃ. അപ്പോ ഈശം ഉപതസ്തു, ഈശനെ ഉപാസിച്ചുകൊണ്ടിരുന്നു, ഈശന്റെ അടുത്ത് സേവിച്ചുകൊണ്ടിരുന്നു. ആരൊക്കെ? സുനന്ദമുഖ്യാഹ പാർഷദമുഖ്യാഹ, സുനന്ദൻ മുതലായവർ. ഭഗവാന്റെ 10-16 പാർഷദന്മാരുണ്ട്. അതില് ഏറ്റവും മുഖ്യന്മാര് സുനന്ദനന്ദന്മാരെന്ന് പറയുന്ന ആൾക്കാരാണ്. അതുപോലെ ജയവിജയന്മാരൊക്കെ ഭഗവാന്റെ പാർഷദന്മാരാണ്. ഗരുഡൻ മുതലായവര് ഒക്കെ ഭഗവാന്റെ പാർഷദന്മാരാണ്. അപ്പൊ 16 പേരോളം എടുത്തു പറയും. അങ്ങനെയുള്ള പാർഷദമുഖ്യാഹ, ഭഗവാന്റെ വിഷ്ണു പാർഷദന്മാരിൽ പ്രമുഖന്മാരായിട്ടുള്ളവരും സഹലോകപാലാഹ, ലോകപാലന്മാരോടുകൂടി. അപ്പൊ മറ്റ് ലോകപാലന്മാരും ഒക്കെ കൂടെയുണ്ട്. കുബേരാദികള് എല്ലാവരും ഉണ്ട്, അല്ലെങ്കിൽ ഇന്ദ്രാദി ദേവന്മാരൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യണു? ഭഗവാനെ സേവിക്കുകയാണ്. ഉപതസ്തുരീശം, ഈശം ഉപതസ്തു, ഈശന്റെ അടുത്ത് സമീപം നിന്ന് സേവിച്ചു. സ്ഫുരൽ കിരീടാംഗത മീനകുണ്ടലഃ ശ്രീവത്സരത്നോത്തമ മേഖലാംബരൈഃ. ഭഗവാന്റെ ശ്രീവത്സ രത്നോത്തമ മേഖലാംബരൈ. ശ്രീവത്സം എന്നാൽ ഭഗവാന്റെ വക്ഷസിലുള്ള മറുക്. രത്നോത്തമം എന്ന് പറയുമ്പോൾ കൗസ്തുഭം എന്ന പത്മരാഗ രത്നം കണ്ടത്തില്. മേഖല എന്ന് പറയുന്ന ഭഗവാന്റെ അരഞ്ഞാണം, അമ്പരം വസ്ത്രം, ഇതൊക്കെ കൊണ്ടും ശ്രീവത്സ രത്നോത്തമ മേഖലാംബരൈഹി. അതിനോടുകൂടെ സ്ഫുരൽ കിരീട അംഗത മീനകുണ്ടലഃ. ഭഗവാന്റെ കിരീടം സ്ഫുരിക്കുന്നുണ്ട്, പ്രകാശിക്കുന്നുണ്ട്, സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്നുണ്ട്. അംഗതം ഭഗവാന്റെ തോൾവളകൾ തിളങ്ങുന്നുണ്ട്. മീനകുണ്ടലം എന്ന് പറഞ്ഞാൽ മകരകുണ്ടലങ്ങൾ ഭഗവാന്റെ കർണങ്ങളിൽ വെട്ടിത്തിളങ്ങുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആഭരണങ്ങൾ, സർവാഭരണ വിഭൂഷിതനായിട്ടുള്ള ഭഗവാന്റെ ജ്വലിക്കുന്നതായിട്ടുള്ള ഭാവത്തെ ദർശിച്ചു. ആ ഭഗവാനെ ഈ പാർഷദ മുഖ്യന്മാരും ലോകപാലന്മാരും എല്ലാം സ്തുതിച്ചുകൊണ്ട് സേവിക്കുന്നു ഭഗവാന്റെ ചുറ്റും നിന്നുകൊണ്ട്.
മധുവ്രതസ്രഗ്വനമാലയാവൃതോരരാജരാജൻ ഭഗവാനുരുക്രമഃ ക്ഷിതിം പദൈകേന ബലേർവിചക്രമേണ ശരീരേണ ദിശശ്ച ബാഹുഭിഃ. മധുവ്രത സ്രഗ്വനമാലയാവൃതോ രരാജരാജൻ ഭഗവാൻ ഉരുക്രമഃ ക്ഷിതിം പദൈകേന ബലേർവിചക്രമേണ ശരീരേണ ദിശശ്ച ബാഹുഭിഃ. ഭഗവാനെ പിന്നെയും വർണ്ണിക്കുന്നു. മധുവ്രത സ്രഗ്വനമാലയ ആവൃത. മധുവ്രത എന്ന് പറഞ്ഞാൽ മധുവ്രതങ്ങൾ എന്ന് പറഞ്ഞാൽ മധുവിനെ സ്വീകരിക്കുന്നവർ വണ്ടുകൾ. വണ്ടുകളോട് കൂടിയ സ്രക്ക് എന്ന് വെച്ചാൽ മാല തന്നെയാണ്. അങ്ങനെയുള്ള വനമാല. ഇപ്പൊ മധുവ്രതങ്ങള് കൂടിയതായിട്ടുള്ള വനമാലയോട് ആവൃതൻ. ആവൃതൻ എന്നാൽ അലങ്കൃതൻ എന്നർത്ഥത്തില് വനമാല ചാർത്തിയിട്ടുണ്ട് വലുതായിട്ട്. അങ്ങനെയുള്ള ഉരുക്രമഃ വലിയ കാൽവെപ്പുകളോട് കൂടിയതായിട്ടുള്ള ഭഗവാൻ രരാജ. രരാജ രാജിച്ചു, ശോഭിച്ചു, പ്രകാശിച്ചു, വെട്ടിത്തിളങ്ങുകയാണ്. ഇങ്ങനെ എല്ലാ ദിക്കുകളെയും തന്നിലേക്ക് അടക്കിയിട്ട്. ആകെക്കൂടി ഇപ്പൊ ഭഗവാൻ മാത്രമേ ഉള്ളൂ ശോഭിക്കാനായിക്കൊണ്ട്. ബാക്കി എല്ലാവരും പോയി. എല്ലാവരും വിഴുങ്ങി. ഭഗവാൻ വിഴുങ്ങി. അങ്ങനെ ആ രരാജ, ഹേ രാജൻ, അല്ലയോ പരീക്ഷിത് രാജാവേ, അങ്ങനെയുള്ളതായിട്ടൊരു ദർശനമായിരുന്നു ബലി കണ്ടത്. ബലേഹേ ക്ഷിതിം ഏകേന പദ. ബലിയുടെ ഭൂമിയെ ഒറ്റക്കാലടി കൊണ്ട് വ്യാപിച്ച് അളന്നു നിൽപ്പുണ്ട്. അതുപോലെ നഭഃ ശരീരേണ, തന്റെ ശരീരം ആകാശം മുഴുവൻ വ്യാപിച്ചളന്നു നിൽപ്പുണ്ട്. ദിശഃ ബാഹുഭിഃ വിചക്രമേ, ദിക്കുകളെല്ലാം തന്റെ കൈകളെ കൊണ്ട് വ്യാപിച്ച് നിറഞ്ഞു നിൽപ്പുണ്ട്. ഇപ്പൊ എന്താ ഇപ്പോ മഹാബലിക്ക് സ്വന്തമായിട്ടുള്ളത് കൊടുക്കാനായിട്ട്? ഭൂമിയിൽ ഭഗവാന്റെ പാദം നിറഞ്ഞു നിൽക്കുന്നു, അന്തരീക്ഷത്തിൽ ഭഗവാന്റെ ശരീരം നിറഞ്ഞു നിൽക്കുന്നു, ദിക്കുകളിൽ ഭഗവാന്റെ കൈകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. ഒന്നും എടുക്കാനും കൊടുക്കാനും ഇല്ല. എല്ലായിടത്തും സർവവ്യാപിയായ ഭഗവാനെ കണ്ടു എന്നർത്ഥം. സർവവ്യാപിയായ ഭഗവാനെ മഹാബലി ദർശിച്ചു. പദം ദ്വിതീയം ക്രമതസ്ത്രിവിഷ്ടപം ന വൈ തൃതീയായ തദീയമന്വപി ഉരുക്രമസ്യാംഗ്രിരുപര്യുപര്യതോ മഹർജനാഭ്യാം തപസഃ പരം ഗതഃ. പദം ദ്വിതീയം ക്രമതസ്ത്രിവിഷ്ടപം ന വൈ തൃതീയായ തദീയമന്വപി ഉരുക്രമസ്യാംഗ്രിരുപര്യുപര്യതോ മഹജ്ജനാഭ്യാം തപസഃ പരം ഗതഃ. പദം ദ്വിതീയം ക്രമതഃ ത്രിവിഷ്ടപം. ത്രിവിഷ്ടപം ക്രമതഃ. ത്രിവിഷ്ടപം എന്നാൽ സ്വർഗം. സ്വർഗത്തെ ദ്വിതീയം പദം ക്രമതഃ ഉരുക്രമസ്യ അംഗ്രിഹി. രണ്ടാമത്തെ പാദത്തെ എടുത്തു വെക്കുന്ന, ക്രമിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ അംഗ്രി പാദം ത്രിവിഷ്ടപം, സ്വർഗമായി, സ്വർഗത്തിൽ വ്യാപിച്ചിരിക്കുന്നതായി, അല്ലെങ്കിൽ സ്വർഗം ഭഗവാന്റെ പാദത്തിൽ ഇരിക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ സ്വർഗത്തെയും ഭഗവാൻ തന്റെ രണ്ടാം പാദം കൊണ്ട് അളന്നിട്ടുണ്ട്. അത ഉപരി ഉപരി മഹർജനാഭ്യാം തപസഃ പരം ഗതഃ തൃതീയായ തദീയം അണു അപിന. അപ്പോ അതിന് പിന്നെയും മേൽക്കുമേൽ ഭഗവാൻ വളർന്നു നിൽപ്പുണ്ട്. മഹർജനാഭ്യ, മഹർലോകം, ജനലോകങ്ങൾ, തപസഃ തപോലോകം, അങ്ങനെ പരം ഗതഃ എല്ലാ ലോകങ്ങളിലേക്കും അപ്പുറത്തേക്ക് വ്യാപിച്ച തൃതീയായ മൂന്നാമത്തെ പാദം വെക്കാനായിട്ട് തദീയം അണു അഭിന, അവനെ സംബന്ധിച്ച് അല്പം പോലും ബാക്കിയില്ല. ഭഗവാൻ സ്വയം എല്ലായിടത്തും എക്സ്റ്റെൻഡ് ചെയ്ത് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കവർ ചെയ്ത് നിൽപ്പുണ്ട്. എന്തെങ്കിലും അല്പം എന്തെങ്കിലും അന്യമായിട്ട് മൂന്നാമതായിട്ട് ഭഗവാന് കൊടുക്കാനായിട്ട്, രണ്ട് പാദം കഴിഞ്ഞു ഇതാ മൂന്നാമത്തെ പാദത്തിന് ഇതാ പിടിച്ചോളൂ എന്ന് പറയാനായിട്ട് അല്പം പോലും കാണാനില്ല. എല്ലായിടത്തും ഭഗവാൻ വ്യാപിച്ചു നിൽക്കുന്നു. ഭഗവാന്റെ ഉള്ളിലിരുന്നു കൊണ്ട് മഹാബലി കാണുകയാണിതെല്ലാം. താനടക്കമുള്ളതായിട്ടുള്ള വിശ്വം മഹാബലി ദർശിക്കുന്നു. താൻ ഭഗവാനിൽ നിന്ന് ഭേദമില്ല, അന്യനല്ല എന്നുള്ള ഭാവത്തോടുകൂടി തന്നെ കാണുന്നു എന്നർത്ഥം. ആ ഒരു വിശ്വരൂപ ദർശനം. അപ്പോ
പദം ദ്വിതീയം ക്രമതഃ ത്രിവിഷ്ടപം ന വൈ തൃതീയായ തദീയം അന്വപി ഉരുക്രമസ്യാംഗ്രിഹി ഉपर्युपर्यधോ മഹർജനാഭ്യാം തപസഃ പരം ഗതഃ. ഇതാണ് ഭഗവാന്റെ ത്രിവിക്രമഭാവം, വിശ്വരൂപ ദർശനം. ഇത് തുടരുന്നുണ്ട്. ഇനി സത്യലോകത്തിലേക്കും ഭഗവാന്റെ കാലിന്റെ പെരുവിരൽ വ്യാപിച്ചു നിൽക്കുന്നതും അവിടുന്ന് ബ്രഹ്മദേവൻ തന്റെ കമണ്ഡലു ജലം കൊണ്ട് ഭഗവാന്റെ പാദങ്ങളെ കഴുകുന്നതും അത് ഗംഗയായി ഉത്ഭവിക്കുന്നതും തുടർന്നുള്ളതായിട്ടുള്ള കഥയും അടുത്ത അധ്യായം തുടരും. ഇതാണ് ഒരു ചിത്രം. അതിഗംഭീരമായിട്ടുള്ള ഭഗവാന്റെ വിശ്വരൂപ ദർശനം. ഉലകളന്ത പെരുമാൾ അല്ലെ, തമിഴില് ഉലകളന്ത പെരുമാൾ എന്ന് പറയും ഈ ത്രിവിക്രമന്. അദ്ദേഹം നിൽക്കുന്നത് രണ്ട് പാദങ്ങള്, ഒരു പാദം മുകളിലേക്കാക്കിക്കൊണ്ടും ഒരു പാദം താഴേക്കാക്കിക്കൊണ്ടും. അല്ലാതെ മഹാബലിയുടെ ശിരസിൽ കാല് വെച്ചുകൊണ്ടുള്ള രൂപമല്ല ഇവിടെ നമ്മൾ ധ്യാനിക്കേണ്ടത്. വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള, വിശ്വം മുഴുവൻ തന്നിൽ അടക്കിയിരിക്കുന്നവനായിരിക്കുന്ന ആ വിരാട് പുരുഷനെയാണ്, വിശ്വരൂപനെയാണ്, ത്രിവിക്രമനെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ആ ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് വേറൊന്നും ഇല്ല എന്നുള്ള ദർശനം ശുദ്ധനായ മഹാബലിക്ക് ഉണ്ടായി. മറ്റുള്ളവർക്ക് ഇതൊരു ഇന്ദ്രജാലമായിട്ട് തോന്നും അല്ലേ. വിശ്വാസമില്ലാത്ത കളങ്കിത മനസ്സോടുകൂടിയവർക്ക് ഇതൊരു ഭഗവാൻ കാണിച്ചൊരു ഇന്ദ്രജാലം എന്ന് തോന്നും. നമ്മുടെ ദുര്യോധനന് തോന്നിയതുപോലെ. ദുര്യോധനൻ കൗരവസഭയിൽ ഭഗവാൻ ഈ വിശ്വരൂപം കാണിച്ചു കൊടുത്തപ്പോ മോഹാത്സ്യപ്പെട്ട് വീണു. പക്ഷെ എണീച്ച ശേഷം പറഞ്ഞത് ഇത് ഇന്ദ്രജാലമാണ്, ഇതൊക്കെ ആർക്ക് വേണമെങ്കിൽ കാണിക്കാം എന്ന മട്ടില് ഭഗവാനെ നിന്ദിക്കുകയാണ് പിന്നെയും ചെയ്തത്. അപ്പൊ അതുപോലെയാണ് അസുരന്മാരുടെ ദൃഷ്ടി. തന്നിൽ നിന്ന് അന്യമായിട്ടാണ് അവരിതൊക്കെ കാണുക, അവർക്ക് ഇന്ദ്രജാലമായിട്ട് തോന്നും. എന്നാൽ മഹാബലി സത്യം കണ്ടു. അപ്പൊ ഇങ്ങനെ ഇവിടെ ഓരോ ശ്ലോകത്തിലും ദദർശ, ആചഷ്ട എന്നൊക്കെയുള്ളതായിട്ടുള്ള പ്രയോഗങ്ങളാണ് കണ്ടത്. നമ്മൾ കണ്ടു 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 ഭഗവാൻ ഇങ്ങനെ ശോഭിച്ചു, എല്ലാം നിറഞ്ഞ് വ്യാപിച്ചു നിൽക്കുന്നു എന്നുള്ളതായിട്ടുള്ള ആ ദർശനം. ഈ ദർശനത്തെ മനസ്സിൽ ധ്യാനിച്ച് ഉറപ്പിക്കുക. വിരാട് രൂപത്തെ, വിശ്വരൂപത്തെ മനസ്സിൽ ധ്യാനിച്ച് ഉറപ്പിക്കുക. ഈ ലോകത്തില് എല്ലാം ഭഗവാന്റേതാണ്. ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ചീതാഹ മാ കൃത കസ്യ സിദ്ധനം. അതുകൊണ്ട് ത്യാഗബുദ്ധിയോടുകൂടി ജീവിക്കുക. ഒന്നും നമ്മുടേതായിട്ടില്ല. കസ്യ സിദ്ധനം, ആരുടേതാണ് ധനം? ആരുടെ ധനത്തെയും മാ കൃത, കൊതിക്കാതിരിക്കുക. എല്ലാം ഈശ്വരന്റേതാണെന്നുള്ള അറിവോടുകൂടെ. എല്ലാം ഈശ്വരന്റെ അവയവങ്ങളായിരിക്കുന്ന എല്ലാവർക്കും അർഹതപ്പെട്ടതാണ്, എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോഴേ എല്ലായിടത്തും സമമായിട്ടുള്ള ആരോഗ്യമുണ്ടാവുള്ളൂ. എവിടെയെങ്കിലും ആരോഗ്യക്കുറവുണ്ടായാൽ അത് ആരോഗ്യമുള്ള ഭാഗത്തെയും ബാധിക്കും. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുണ്ടായാൽ അത് മറ്റുള്ള ഭാഗങ്ങളെയും ബാധിക്കും. ആ സ്ട്രെസ് അവിടേക്ക് വരും. ഒരു കാലിന് ആരോഗ്യമില്ലെങ്കിൽ മറ്റേ കാലിന് അതും കൂടി ഭാരം ചുമക്കണം, സ്ട്രെസ് ഉണ്ടാവും. ഒരു കൈക്ക് ശക്തി കുറവാണെങ്കിൽ മറ്റേ കൈക്ക് ആ പണിയും കൂടി വരും. വിരലുകൾക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് മറ്റു വിരലുകളെ ബാധിക്കും. നമ്മുടെ പല്ലില് ഒന്ന് പോയാൽ ബാക്കിയുള്ള പല്ലിനൊക്കെ ക്ഷീണം ബാധിക്കും അല്ലേ. ഇതിങ്ങനെ ഓരോന്നിനും. അപ്പോ ഇത് മൊത്തത്തിൽ ഇൻടാക്റ്റ് ആയിട്ടിരിക്കുന്നതാണ് ഉത്തമം. നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണോ ഓരോ അവയവങ്ങളും യഥാസ്ഥാനത്തെ പുഷ്ടിയോടുകൂടെ ശക്തിയോടുകൂടെ ഇരിക്കേണ്ടത്, അതുപോലെ ആയിരിക്കണം ഈ ലോകത്തിലും എല്ലാവരും സന്തുഷ്ടരായിരിക്കണം. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ
സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. കാരണം ആർക്കെങ്കിലും ദുഃഖം ഉണ്ടായാൽ അതിന്റെ അലയൊലി നമ്മളെയും ബാധിക്കും. ആർക്കെങ്കിലും വിഷമുണ്ടായാൽ അത് നമുക്ക് നാളെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കും. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. അതിനെല്ലാവർക്കും വേണ്ടത് അറിവാണ്, ഈ ഒരു ദർശനമാണ്. അതെല്ലാവർക്കും കിട്ടാൻ ഈശ്വരൻ തന്നെ അനുഗ്രഹിക്കട്ടെ. ഇത്രയും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിവിടെ ഇപ്പോൾ ഉപസംഹരിക്കാം. നാളെ തുടരാം അടുത്ത അധ്യായം. ഓം ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ വിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാളെ 11 മണിക്ക് നോക്കാം. നാരായണ. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാരായണ. നമ്മുടെ ഈ വരുന്ന മെയ് 12-ാം തീയതി ശങ്കര ജയന്തിയാണ്. ആദിശങ്കര ഭഗവത്പാദരുടെ ജയന്തി. മെയ് 8 മുതൽ 5 ദിവസം കാലടിയിൽ ശങ്കര ജയന്തി മഹോത്സവങ്ങൾ, മറ്റേ കാലടി തീർത്ഥാടനങ്ങൾ ഇതെല്ലാം നടക്കും. മെയ് 9 ചിന്മയ ശങ്കരം എന്നുള്ള ഒരു പരിപാടി എറണാകുളത്ത്, അതും 5 ദിവസത്തോളം നീണ്ടു നിൽക്കുന്നതാണ്. മെയ് 8 ചിന്മയാനന്ദ സ്വാമിയുടെ ജയന്തിയാണ്. 12 ശങ്കര ജയന്തി. അപ്പോൾ രണ്ടും എറണാകുളം ജില്ലയിലാണ് രണ്ടുപേരുടെയും ജനനം. അപ്പോൾ അത് എറണാകുളം ജില്ലയിൽ വെച്ചിട്ട് ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു. 9-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് സൗന്ദര്യലഹരി പാരായണം എല്ലാവരും കൂടി ചേർന്ന്. ഇപ്പം നമ്മുടെ മൈസൂരിൽ നിന്നുള്ള യാദത്തൂർ യോഗാനന്ദേശ്വര പീഠാധിപതി ശ്രീ ശ്രീ ശങ്കരഭാരതി സ്വാമികൾ 5 ദിവസവും കാലടിയിലുണ്ടാവും. അദ്ദേഹം ഈ 9-ാം തീയതി എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടിക്ക് മുഖ്യ അതിഥിയായി അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനത്ത് ഉണ്ടാവും. അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ ആ ദിവസങ്ങളിൽ വരിക. അതിനൊക്കെ പേര് രജിസ്റ്റർ ചെയ്യുന്നതും നല്ലതാണ്. അതിനുള്ള ഫോമുകളൊക്കെ ഓൺലൈനിൽ ലഭ്യമായിരിക്കും. അവിടെ എത്തുക. അതുപോലെ കാലടിയിലും ഈ പറഞ്ഞ ദിവസങ്ങളിൽ എത്തുക. ശങ്കര ജയന്തി ദിവസം എത്താൻ പറ്റുന്നവരെത്തുക. സ്വാമിജി പാലക്കാട്ടിലൂടെ വരുന്നുണ്ട്. 4 ദിവസം പാലക്കാട് ഉണ്ടാവും. 3-ാം തീയതി വൈകുന്നേരം സ്വാമിജി പാലക്കാട് എത്തും. ഒരു സ്വീകരണം കൊടുക്കണം. 4 ഏകാദശിയാണ് അദ്ദേഹം മൗനവ്രതത്തിലായിരിക്കും. 5-ാം തീയതി അദ്ദേഹം പാലക്കാട് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. 6-ാം തീയതി ഉച്ചവരെ അദ്ദേഹം പാലക്കാട് ഉണ്ടാവും. ഇവിടുന്നാണ് കാലടിയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ആശ്രമത്തിലും സന്ദർശിക്കും. നമ്മളാണ് അദ്ദേഹത്തിൻ്റെ പാലക്കാടുള്ള പരിപാടികളെല്ലാം ഏർപ്പാട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ താമസ സൗകര്യമൊക്കെ പാലക്കാട് ഒന്നുകിൽ ശൃംഗേരി മഠത്തിൻ്റെ ഒരു ശാഖയുണ്ട് ഇവിടെ, അതല്ലെങ്കിൽ ഒരു പാഠശാല രാമനാഥപുരത്ത് വേദധർമ്മ പാഠശാല, 2-ൽ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും അദ്ദേഹം താമസിക്കുക. അത് നിശ്ചയിക്കണേ ഉള്ളൂ. 2 പേരും അവിടെ സമ്മതം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാലക്കാടും ഒരു പാരായണ പരിപാടി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 5-ാം തീയതിയാണ് അതിന് സാധിക്കുക. അതെവിടെ വെച്ച് വേണം എന്നുള്ളത് ഞാനൊന്ന് ആലോചിച്ച് പലരുമായിട്ട് ആലോചിക്കാനുണ്ട്. തീരുമാനിച്ചിട്ട് അറിയിക്കാം. പാലക്കാട്ടുകാരൊക്കെ അതിൽ വന്ന് പങ്കുചേരാം.
അപ്പോൾ തൽക്കാലം ഇൻഫർമേഷൻ തന്നതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ വഴിയേ പറയാം. ഹരി ഓം. ശുഭരാത്രി, സുഖനിദ്ര. ഹരി ഓം.